സ്തോത്രം കർത്താവേ, നന്ദിയോടെ സ്തോത്രം 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 ചെയ്യുന്ന കർത്താവേ, ഇവിടെ ഒരുക്കപ്പെട്ട കൺവിഷയോഗത്തിൻ്റെ രണ്ടാമത്തെ രാത്രിയിൽ ഞങ്ങൾ കടന്നു വന്ന് ദൈവത്തെ ആരാധിപ്പാനും മഹത്വപ്പെടുത്തുവാനും നല്ല ഗാനങ്ങളൊക്കെ കേൾക്കുവാനും ദൈവമായ കർത്താവ് കൃപ ചെയ്തല്ലോ. അതിനായിട്ട് ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം 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 കരയേറ്റുന്നു. പാടുവാനും ഉപകരണങ്ങളൊക്കെ വായിക്കുവാൻ തൻ്റെ കുഞ്ഞുങ്ങളെ ദൈവം ശക്തീകരിച്ചല്ലോ. ദൈവം അവരെ അനുഗ്രഹിക്കണമേ. അധ്യക്ഷനായിരിക്കുന്ന കർത്താവിൻ്റെ ദാസനെ ദൈവം അനുഗ്രഹിക്കണമേ. കർത്താവ് എനിക്ക് മുന്നേ പ്രാർത്ഥിച്ച പ്രിയദാസനെയും കുടുംബത്തെയും സഭയെ ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പിതാവേ, ഈ ശുശ്രൂഷ അനുഭവിപ്പാനായിട്ട് കടന്നു വന്നിരിക്കുന്ന ദൈവജനത്തിനായിട്ട് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലും രോഗികളായി ഭവനങ്ങളിൽ ആയിരിക്കുന്നെങ്കിൽ, കർത്താവേ സ്തോത്ര, രോഗികളായി ഈ ഗ്രൗണ്ടിലിരിക്കുന്നു എങ്കിൽ, കർത്താവിൻ്റെ ശബ്ദം ചെല്ലുന്ന എല്ലായിടത്തും ദൈവത്തിൻ്റെ സൗഖ്യമുള്ള കരം, ആ ശക്തി അങ്ങ് ഇറങ്ങണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവർ വിടുതൽ പ്രാപിക്കട്ടെ. കർത്താവെ, ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഈ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ട സ്തോത്രക്കാണിക്ക് തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അപ്പ യേശുവേ, അവരെ അനുഗ്രഹിക്കണം. അവരുടേതായ മാർഗങ്ങൾ, തൊഴിലുകൾ, ബിസിനസ്സുകൾ, കൂലിവേലകൾ, കൃഷിയിടങ്ങൾ, ആടുമാട് പർവ്വജാതികൾ ഒക്കെ വളർത്തി ഉപജീവനം കഴിക്കുന്ന അങ്ങയുടെ മക്കളുണ്ട് കർത്താവേ. അവരെ ദൈവം അനുഗ്രഹിക്കണമേ. ഗവൺമെൻറ് ജോലികൾ ചെയ്യുന്നവരുണ്ട് കർത്താവേ, അവർ ഓഫീസുകളിൽ ദൈവം അനുഗ്രഹിക്കണമേ. പരിശുദ്ധ പിതാവേ, ഇതിൽ സമർപ്പിക്കപ്പെട്ട എല്ലാവരെയും ഈ സുവിശേഷ യോഗത്തിന് വേണ്ടി 3 ദിവസം നടക്കുന്ന സുവിശേഷ യോഗത്തിന് വേണ്ടി ചെലവിടുന്ന സകല കുടുംബങ്ങളെയും കർത്താവെ, നിവൃത്തിയില്ലാതെ ഭാരപ്പെടുന്നവരെയും ദൈവം അവരെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പിതാവേ, ബിസിനസ്സുകൾ ചെയ്യുന്നവരുണ്ട്, അവരെ ബിസിനസ്സുകളെ ദൈവം അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പിതാവേ, ഇന്ന് രാത്രിയിൽ ഞങ്ങൾ കേൾക്കാൻ പോകുന്ന തിരുവചനത്തിനായി സ്തോത്രം. തൻ്റെ അഭിഷക്തനെയും ക്രൂശിൻ്റെ മറവിൽ മറച്ച് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്ന ദൈവശബ്ദം ഇന്ന് രാത്രി ഇവിടെ മുഴങ്ങി കേൾക്കുവാൻ, ചിലരുടെ പേര് കൂടെ ജീവൻ്റെ പുസ്തകത്തിൽ എഴുതപ്പെടുവാൻ, ചിലർ കൂടെ സമർപ്പിക്കപ്പെടുവാൻ, ചിലർ കൂടെ സ്നാനപ്പെടുവാൻ കർത്താവേ അങ്ങ് സഹായിക്കണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഹൃദയനെ അനുഗ്രഹിക്കണമേ. മഹത്വം എല്ലാം എടുക്കും. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. നമ്മുടെ കരങ്ങളെ ഉയർത്തി വീണ്ടും കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ ധന്യമായ നാമം രാത്രി വാഴ്ത്തപ്പെടട്ടെ. തുടർന്ന് ദൈവത്തിൻ്റെ തിരുവചന പ്രഭാഷണത്തിന് വേണ്ടി കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ രതീഷ് വർഗീസിനെ ക്ഷണിക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടും പ്രതീക്ഷയോടും കൂടെ ദൈവസ്ഥലായിരിക്കാം. ദൈവത്തിൻ്റെ വചനം അയച്ച് കർത്താവ് നമ്മെ സൗഖ്യമാക്കുന്നവനാണ്. വചനം പ്രസംഗിക്കുമ്പോൾ തന്നെ ആമേൻ, നാം സ്വീകരിക്കുന്ന അളവെങ്ങനെയാണോ അതനുസരിച്ചൊരു വിടുതൽ ഈ രാത്രി നമ്മുടെ ഇടയിൽ ദൈവം ചെയ്യും. രോഗശാന്തിയാണോ മറ്റേതെങ്കിലും വിടുതലാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, പ്രതീക്ഷകൾക്കപ്പുറമായി നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു മഹാദൈവം നമ്മുടെ മധ്യത്തിലുണ്ട്. ആകയാൽ നിങ്ങൾ വെറുതെ ഒരു കഥ കേൾക്കുന്നത് പോലെയല്ല, ഇത് രാത്രി പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഉള്ളിൽ ക്രിയ ചെയ്യുവാൻ, സൗഖ്യമായി മാറുവാൻ, വിടുതലായി മാറുവാൻ പ്രതീക്ഷയോടെ ആയിരിക്കാം. എല്ലാവരും കരങ്ങളെ അടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുമ്പോൾ കർത്താവിൻ്റെ അഭിഷേകത്തിന് കടന്നു വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ ധന്യവും ശ്രേഷ്ഠമേറിയ വലിയ നാമം അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാത്രിയിൽ വാഴ്ത്തപ്പെടട്ടെ. ഇവിടെ ക്രമീകരിച്ച സുവിശേഷ മഹായോഗത്തിൻ്റെ രണ്ടാമത്തെ രാത്രിയിൽ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവം ഒരുക്കി തന്ന ഈ വിലപ്പെട്ട അവസരത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഈ രാത്രിയിലെ യോഗത്തിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന ബഹുമാനപ്പെട്ട തങ്കച്ചൻ പാസ്റ്റർ, അതോടൊപ്പം തന്നെ ഈ ടീമിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ബഹുമാന്യനായ പാസ്റ്റർ രാജൻ, മാറാനാഥ ഗോസ്ബൽ വോയിസിൻ്റെ ഡയറക്ടറായിരിക്കുന്ന ബ്രദർ കിഷോർ, അതോടൊപ്പം തന്നെ തന്നോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ബ്രദർ റോക്സിൻ ഉൾപ്പെടെയുള്ള സഹോദരി സഹോദരന്മാർ, ഈ രാത്രിയിലെ വചന കേൾവിക്കായി ഗ്രൗണ്ടിൽ കടന്നു വന്നിരിക്കുന്ന മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ, സഹോദരി സഹോദരന്മാർ, ദേശനിവാസികൾ, പ്രത്യേകിച്ച് ധനിച്ചവരൻ ഇന്ത്യ ദൈവസഭയിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന ദൈവമക്കൾ, ഈ ശബ്ദ സീമയ്ക്കുള്ളിൽ ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും വേഗം വരുന്നവനായ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രിയിലെ എൻ്റെ സ്നേഹവും വന്ദനവും പ്രാരംഭത്തിൽ ഞാൻ അർപ്പിക്കുകയാണ്. ഈ സുവിശേഷ യോഗത്തിൻ്റെ രണ്ടാമത്തെ രാത്രിയിൽ നമുക്കൊരുമിച്ച് കടന്നു വരുവാൻ
ദൈവം നൽകി തന്ന വിലപ്പെട്ട അവസരത്തെ ഓർത്ത് കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുകയാണ്. ഈ സുവിശേഷ യോഗത്തിൻ്റെ പ്രഥമ രാത്രിയായി ഇന്നലെ വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ കർത്താവിൻ്റെ ദാസൻ ഈ ഗ്രൗണ്ടിൽ ദൈവവചനം ശുശ്രൂഷിപ്പാൻ കർത്താവ് കരങ്ങളെടുത്ത് ഉപയോഗിച്ചു. ഇന്ന് രാത്രിയിലും അതേ ആത്മാവ് നമ്മുടെ നടുവിൽ പരിവർത്തിക്കുന്നുണ്ട് എന്നതിനെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. തുറന്നുള്ള സമയം വളരെ പ്രാർത്ഥനയോടെ ഇന്ന് രാത്രിയിൽ നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാം. ഒരു വാക്യം ദൈവസന്നിധിയിൽ വായിച്ചുകൊണ്ട് ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 25-ാമത്തെ വാക്യം മൈക്കിൽ കൂടെ ആരെങ്കിലും ഒരാളൊന്ന് വായിച്ച് സഹായിക്കുക. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 25-ാമത്തെ വാക്യം. യേശു അവനോട് ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഒരു നിമിഷം നമ്മുടെ തലകളെ വണക്കാം. എല്ലാ കണ്ണുകളും അടച്ച് അല്പസമയം നമുക്ക് ഇന്ന് രാത്രിയിലെ വചനത്തിൻ്റെ വാതിലുകൾ പരിശുദ്ധാത്മാവ് തുറക്കേണ്ടതിന്, കേൾവിക്കാരെ ആത്മശക്തിയെ നിറയ്ക്കേണ്ടതിന് അല്പസമയം എല്ലാവരും അധരങ്ങളെ തുറന്ന് വായികളെ തുറന്ന് ശബ്ദമുയർത്തി അല്പസമയം നമുക്ക് നമ്മുടെ കർത്താവിനെ സ്തോത്രം ചെയ്ത് ആരാധിക്കാം. ശംദര റീക വൈശര ദീക റഗമന ഗതുരഘടകസിയ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രിയിൽ പ്രാർത്ഥിക്കാൻ കഴിയുന്ന എല്ലാ ദൈവമക്കളും ശക്തമായ അല്പ മിനിറ്റുകൾ പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. ഈ രാത്രിയിൽ ഒരു വലിയ വിടുതൽ വെളിപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവമക്കൾ ആമേൻ. ഈ സുവിശേഷ യോഗത്തിൻ്റെ 2ാമത്തെ രാത്രിയിലും പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യം ഇന്ന് രാത്രി വെളിപ്പെടേണ്ടതിന് ഈ ശബ്ദപരിധിക്കുള്ളിൽ ഞങ്ങൾ ശ്രവിക്കുന്ന ചിലരുടെ പേര് ഇന്ന് രാത്രിയിൽ ജീവപുസ്തകത്തിനകത്ത് എഴുതപ്പെടേണ്ടതിന്, ദേശത്ത് രോഗികൾ ഇന്ന് രാത്രിയിൽ സൗഖ്യം പ്രാപിക്കേണ്ടതിന്, ചില പിന്മാറ്റക്കാർ ഇന്ന് രാത്രി മടങ്ങി വരേണ്ടതിന്, ചിലർ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ഇന്ന് രാത്രിയിൽ എഴുന്നേൽക്കേണ്ടതിന് യേശുവിൻ്റെ നാമത്തിൽ എല്ലാവരും വായികളെ തുറന്ന് അല്പസമയം ഇന്ന് രാത്രി ശക്തിയോടെ കർത്താവിന് സ്തോത്രം ചെയ്താട്ട് ആ കരങ്ങളെ അടിച്ച് അല്പസമയം കർത്താവിനെ മഹത്വപ്പെടുത്തിയാട്ട്. ഇന്ന് രാത്രി ഗ്രൗണ്ടിലായിരിക്കുന്ന ആരും മൗനമായിരിക്കരുത്, ഒരു നാവ് പോലും ചലിക്കാതിരിക്കരുത്. സർവശക്തനായ കർത്താവിൻ്റെ സാന്നിധ്യം ഇന്ന് രാത്രി ഗ്രൗണ്ടിനകത്ത് വെളിപ്പെട്ട് വരേണ്ടതിന് ആത്മാവിൽ ചില മിനിറ്റുകളൊന്ന് സ്തോത്രം ചെയ്തു തുടങ്ങിയാട്ടെ. യേശുവിന്റെ നാമത്തിൽ കർത്താവേ ഇന്ന് രാത്രിയിൽ ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ നാമത്തെ ഉയർത്തുകയാണ്. കർത്താവേ ഈ രാത്രിയിൽ ശക്തിയോടെ ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ നാമത്തെ ഉയർത്തുകയാണ്. കർത്താവേ ഞാൻ ഉയർത്തപ്പെട്ടാൽ സകലരും എങ്കിലേക്ക് ആകർഷിക്കപ്പെടുമെന്ന് അവിടുത്തെ വചനം ശക്തിയോടെ ഇന്ന് രാത്രിയിൽ ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങൾ ഒരുമിച്ച് ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ ഇതിനകത്ത് രോഗികളായി ആരെങ്കിലും കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി വിടുതലോടെ മടങ്ങട്ടെ. ഭാരത്തോടെ കടന്നു വന്നവർ, വേദനയോടെ കടന്നു വന്നവർ, പ്രതിസന്ധിയിലായിരിക്കുന്നവർ, ഏതെങ്കിലും സാഹചര്യത്തിൽ വലിയുന്നവർ ഇന്ന് രാത്രി കർത്താവേ അവിടുത്തെ വിടുതലിന്റെ കരം നീട്ടേണ്ടതിന് സത്യവചനം കേട്ടു നീവാ നിത്യജീവൻ നിനക്കേകിടുമേ. സത്യവചനം കേട്ടു നീവാ നിത്യജീവൻ നിനക്കേകിടുമേ. നിൻ പേരും ജീവ പുസ്തകത്തിൽ ഉണ്മയായിരുന്നു എഴുതിടുമേ. നിൻ പേരും ജീവ പുസ്തകത്തിൽ ഉണ്മയായിരുന്നു എഴുതിടുമേ. വരുവിൻ നീ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. വരുവിൻ നീ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. വീടും നിലം ഉരുളും കണ്ടിടുമോ ചോറുടയവരും, കെട്ടിയ വീടും നിലം ഉരുളും കണ്ടിടുമോ ചോറുടയവരും,
കൂടുവിട്ടു നിൻ ജീവൻ പോയാൽ കൂടെ വരാതെ വേർപെടുമേ. ആമേൻ. കൂടുവിട്ടു നിൻ ജീവൻ പോയാൽ കൂടെ വരാതെ വേർപെടുമേ. വരുവിൻ നീ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. വരുവിൻ നീ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, അനുഗ്രഹമേറിയ നല്ല രാത്രിക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ സുവിശേഷ യോഗത്തിൻ്റെ രണ്ടാമത്തെ രാത്രിയിൽ ഞങ്ങൾ ഒരുമിച്ച് അവിടുത്തെ സന്നിധിയിൽ കടന്നു വരുന്നു. കർത്താവെ, ഈ രാത്രിയിൽ ഗ്രൗണ്ടിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ കർത്താവിൻ്റെ കരത്തിൽ സമർപ്പിക്കുന്നു. ആരെങ്കിലും രോഗികളായി ഇവിടെ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ കർത്താവ് വിടുതലോടെ അയക്കണമേ. ഏതെങ്കിലും തരത്തിലുള്ള ഭാരത്തിലും വേദനയിലും ഇന്ന് രാത്രി ദൈവസന്നിധിയിലായിരിക്കുന്നവരുണ്ടെങ്കിൽ കർത്താവെ, യോഗം കഴിഞ്ഞ് അനുഗ്രഹത്തോടും വിടുതലോടും സൗഖ്യത്തോടും മടങ്ങുവാൻ അവിടെ നിന്ന് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, യോഗത്തിന് മുഖാന്തരമായിരിക്കുന്ന കർത്താവ് എല്ലാ സംഘാടകരെയും ഞങ്ങൾ കർത്താവിൻ്റെ കരത്തിൽ ഏൽപ്പിക്കുന്നു. വിശേഷാൽ മാറാനാഥ ഗോസ്ബൽ ടീമിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ഈ ദിവസങ്ങൾ അനുഗ്രഹമായി മാറുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ദേശത്ത് ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരോടും കർത്താവിൻ്റെ സാന്നിധ്യം കൂടെ ഇരിക്കണം. വചനത്തിൻ്റെ വാതിലുകൾ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ആത്മസാന്നിധ്യ തലങ്ങ് നിറയ്ക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. എന്നെ മീറ്റിങ്ങിലേക്ക് ക്ഷണിച്ച പ്രിയ സഹോദരൻ ഉൾപ്പെടെ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി അറിയിക്കുന്നു. ഈ വീഡിയോ ചെയ്യുന്ന സഹോദരൻ, മൈക്ക് ഓപ്പറേറ്റ് ചെയ്യുന്ന പ്രിയപ്പെട്ടവർ, ശബ്ദം വിളിച്ചുമൊക്കെ നിയന്ത്രിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി അറിയിക്കുന്നു. കർത്താവിന് രാത്രി നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. തൊട്ടു മുമ്പ് വരെ നല്ല ശക്തമായ മഴ പെയ്യാനായിട്ടിടയായി തീർന്നുവെങ്കിലും ഈ വൈകിയ സമയത്ത് ശാന്തമായ അന്തരീക്ഷം ദൈവം നമുക്ക് നൽകിയതിനെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ദൈവദാസന്മാർ പരിചയപ്പെടുത്തിയതുപോലെ എൻ്റെ പേര് രതീഷ് വർഗീസ് എന്നാണ്. തൊട്ടടുത്ത സ്ഥലത്ത് ചെമ്പൂരാണ് എൻ്റെ സ്വദേശം. എനിക്കൊരു ഭാര്യയും 2 കുഞ്ഞുങ്ങളുമുണ്ട്. കൊച്ചു കുഞ്ഞുങ്ങളാണ്. മൂത്ത കുഞ്ഞിന് 2 വയസ്സ്, ഇളയ കുഞ്ഞിന് 6 മാസം പ്രായം. കർത്താവ് ഈ ദിവസങ്ങളിൽ ശക്തമായി ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുവാൻ പ്രയോജനപ്പെടുത്തുന്നു. ഇപ്പോൾ തൊട്ടടുത്ത് ധനുച്ചോരം ന്യൂവിൻ്റെ ദൈവസഭയുടെ ശുശ്രൂഷനായിട്ട് കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. ദൈവമക്കൾ ഓർത്ത് പ്രാർത്ഥിക്കുക. ഒരു റോമൻ കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ചു വളരാൻ ദൈവം എനിക്ക് ഭാഗ്യം ലഭിച്ചു. റോമൻ കത്തോലിക്ക കുടുംബത്തിനകത്ത് ജനിക്കുമ്പോൾ തന്നെ ഒരു ക്രിസ്തു ഭക്തനായിട്ടാണ് ജനിക്കാനിടയായത്. കുഞ്ഞുനാളിൽ തന്നെ കൊന്തയൊക്കെ കഴുത്തിൽ കെട്ടിത്തൂക്കി വേളങ്കണ്ണിയിലും മറ്റു ഉത്സവ സ്ഥലങ്ങളിലൊക്കെ ചെന്ന് കയ്യിലൊക്കെ വെള്ള നൂലൊക്കെ കെട്ടി എൻ്റെ അമ്മ ആ ഒരു അന്തരീക്ഷത്തിലാണ് എന്നെ വളർത്താനിടയായത്. പക്ഷെ മറ്റൊരു കാര്യം, ജനിക്കുമ്പോൾ തന്നെ എൻ്റെ അമ്മയ്ക്ക് ഏതോ ഒരു രോഗം വന്നിട്ട് ബ്രസ്റ്റ് 2നും ഒരു നീരും വേദനയും പഴുപ്പമൊക്കെ ഉണ്ടായിട്ട് പാല് കുടിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലായി. അങ്ങനെ ഇരിക്കുന്ന സമയം തന്നെ എൻ്റെ അമ്മയുടെ അപ്പനും അമ്മയും ഒക്കെ, എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും അവരൊക്കെ കുഞ്ഞുനാളിൽ രക്ഷിക്കപ്പെട്ടവരാണ്. ഞാൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ അവരൊക്കെ വിശ്വാസത്തിലാണ്. അവരെന്നെ മാറോട് ചേർത്ത് പിടിച്ച് പല ഡോക്ടർ അടുക്കൽ കൊണ്ടുപോയിട്ട് ഈ കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചോദിച്ച് അവർ നടക്കുകയാണ്. കാരണം എൻ്റെ അമ്മയ്ക്ക് എനിക്ക് പാല് തരാൻ കഴിയുന്നില്ല. കൊച്ചു കുഞ്ഞുങ്ങൾ, പാലില്ലാത്ത കുഞ്ഞുങ്ങളുടെ വിളിയും കരച്ചിലും അലർച്ചയൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ വീട്ടിൽ കിടന്നുറങ്ങാൻ കഴിയാതെ, ശക്തമായി നിലവിളി സഹിക്കാൻ കഴിയാതെ പാതിരാത്രിയൊക്കെ എൻ്റെ അമ്മച്ചി എന്നെയും കൊണ്ട് പല ഹോസ്പിറ്റലിലും മാറി മാറി നടക്കാൻ തുടങ്ങി. പല ഡോക്ടർമാരെയും ചെന്ന് കാണാൻ തുടങ്ങി. പക്ഷേ അവിടെ ഒന്നും വേണ്ടതുപോലെ ഒരു നല്ല കാര്യം പറയാൻ അവർക്ക് ആർക്കും കഴിഞ്ഞില്ല. അങ്ങനെ വീട്ടിൽ വന്നിട്ട് പശുവും പാലൊക്കെ കലക്കി അഡ്ജസ്റ്റ് ചെയ്തൊക്കെ അവർ മുമ്പോട്ട് കൊണ്ടുപോകാനിടയായി. എങ്കിലും കുഞ്ഞെന്നുള്ള നിലയിൽ നല്ല ക്ഷീണമുണ്ട്. വേണ്ടതുപോലെ പാല് കുടിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ബലഹീനയാകുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം ഒരു ഡോക്ടർ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ ഡോക്ടർ പറഞ്ഞു, ഈ കുഞ്ഞിന് എന്താ കൊടുക്കുന്നതെന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, ഇപ്പോൾ പശുവും പാലാണ് കൊടുക്കുന്നത്. ആ ഡോക്ടർ പറഞ്ഞു, പശുവും പാല് കൊടുത്താൽ ഈ കുഞ്ഞിന് എങ്ങനെ ആരോഗ്യമുണ്ടാകുന്നത്? പശുവിന് എന്തറിയാം? അതിന് ആഹാരം കഴിക്കാനോ മലവിസർജനം നടത്താനല്ലേ അറിയത്തുള്ളൂ. ഈ കുഞ്ഞിന് ബുദ്ധി വേണ്ടേ? കുഞ്ഞ് പഠിക്കണ്ടേ? ആരോഗ്യം വേണ്ടേ? കുഞ്ഞ് ജീവിക്കണ്ടേ? ഈ കേവലം പശുവും പാല് കലക്കി കൊടുത്താൽ ഈ കുഞ്ഞിന് ആരോഗ്യത്തോട് ജീവിക്കാൻ കഴിയുമോ?
ഈ കുഞ്ഞൊന്നോ 2 വർഷത്തിനകത്ത് ഒരുപക്ഷെ മരിച്ചു പോകാൻ സാധ്യതയുണ്ട്. ആ കുഞ്ഞിൻ്റെ ആരോഗ്യമെല്ലാം തളർന്നിരിക്കുന്നു എന്ന് പറയാനിടയായി തീർന്നു. ആ സമയത്ത് എൻ്റെ അമ്മച്ചി ഒരു തീരുമാനമെടുത്തു. ഈ കുഞ്ഞിനെ ആരോഗ്യത്തോടെ തന്നു കഴിഞ്ഞാൽ കർത്താവെ, അങ്ങയുടെ മഹത്വമുള്ള വേലയ്ക്ക് വേണ്ടി ഞാൻ ഈ കുഞ്ഞിനെ സമർപ്പിക്കാമെന്ന് അവരുടെ അതരം തുറന്ന് അവർ പറയാനിടയായി. ആ വാക്ക് അവർ പറയാൻ തുടങ്ങിയെങ്കിലും എൻ്റെ അമ്മ ഒരു കത്തോലിക്ക ഭക്തിയുള്ള സ്ത്രീ ആയതുകൊണ്ട് പെന്തക്കോസ് അനുഭവത്തിലേക്ക് പോകാനോ പള്ളിയിലേക്ക് പോകാനോ എൻ്റെ അമ്മ അനുവദിക്കത്തില്ല. എൻ്റെ അമ്മ രാവിലെ തന്നെ ഞായറാഴ്ച പ്രഭാതത്തിൽ 6 മണിയാകുമ്പോൾ ആരാധന തുടങ്ങും. കിളിയൂർ ഉണ്ണിമശിഹ ദേവാലയത്തിലെ ആമേൻ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബത്തിലാണ് ആമേശ്വരം ഞാൻ നിൽക്കുന്നത്. അങ്ങനെ രാവിലെ 6 മണിയാകുമ്പോൾ തന്നെ ഞങ്ങളെയും കൂട്ടി ആരാധനയ്ക്ക് കൊണ്ടുപോകും. ഞാനും എൻ്റെ സഹോദരി 2 പേരാണ് വീട്ടിലുള്ളത്. അപ്പോൾ ഒത്തിരിയൊന്നും കാര്യങ്ങൾ പറയാനോ പെന്തക്കോസ് അനുഭവത്തിലോട്ട് പോകാനോ പ്രാർത്ഥന കൂടാരത്തിലോട്ട് പോകാനോ ഒന്നും കഴിയുന്നില്ല. എൻ്റെ അമ്മ ഞങ്ങൾ 2 പേരെയും കൊണ്ട് രാവിലെ തന്നെ ആരാധനയ്ക്കായിട്ട് കടന്നു പോകും. അങ്ങനെ കത്തോലിക്ക പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച് ആ ഒരു നിലയിലേക്ക് മടങ്ങി വരും. എങ്കിലും ആമേശ്വരം ഒരു കുഞ്ഞെന്നുള്ള നിലയിൽ ആരോഗ്യം മെച്ചകരമല്ലാതിരിക്കുമ്പോൾ ആമേശ്വരം എൻ്റെ അമ്മ ഒരു നേർച്ച നേർന്നു. മറ്റൊന്നുമല്ല, കുരിശുമലയിൽ 5 വർഷം തുടരെ ആമേശ്വരം കയറ്റി സ്തോത്രാഴ്ച ഇടാം, ഒരാള് രൂപം വാങ്ങിച്ചു വയ്ക്കാം. ആരൊക്കെ ഇങ്ങനെ നടന്ന കൂട്ടത്ത് പറഞ്ഞു, കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ആരോഗ്യമുണ്ടാകണമെങ്കിൽ ആൾ രൂപം വാങ്ങിച്ചു വെച്ചാൽ വാസ്തവത്തിൽ ആമേ ജീവിതത്തിനകത്തൊരു ആരോഗ്യം കിട്ടുമെന്ന് ആരോ എൻ്റെ അമ്മയെ പറഞ്ഞു പഠിപ്പിച്ചു. അങ്ങനെ അമ്മ ഒരു നേർച്ച നേർന്നു, 5 വർഷം തുടരെ ഈ കുരിശുമലയിൽ കയറാം. എൻ്റെ 15ാമത്തെ വയസ്സ് വരെ ഏകദേശം 7 വർഷം തുടരെ ഞാൻ ഈ കുരിശുമലയുടെ മകളിൽ കയറി. ജീവിതത്തിനകത്ത് അല്പം പോലും ഒരു വ്യത്യാസമുണ്ടായില്ല. ആ കുഞ്ഞു പ്രായത്തിൽ നിന്ന് വളർന്നു വരാനുള്ള ഒരു ചെറിയൊരു ക്രമീകരണമുണ്ടെന്നല്ലാതെ ജീവിതത്തിനകത്ത് സമാധാനപരമായ ഒരു അന്തരീക്ഷത്തിൽ ജീവിക്കാൻ വാസ്തവത്തിൽ ഞങ്ങളുടെ കുടുംബത്തിനകത്ത് കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആമേശ്വരം പല സ്ഥലങ്ങളിലും ഞങ്ങൾ യാത്ര പോകാൻ തുടങ്ങി. അപ്പോൾ തന്നെ കുരിശുമല കയറിയിട്ട് വരുന്ന സമയത്ത് എങ്ങനെയെങ്കിലും ആരെങ്കിലും ഏതെങ്കിലും ഒരു ദൈവം ഞങ്ങളെ വിടുവിച്ചാൽ മതി എന്ന് മാത്രമേ ആ സാഹചര്യം നമ്മൾ മനസ്സിലാക്കുന്നുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോൾ കുരിശുമല കയറിയിട്ടും ജീവിതത്തിനകത്ത് മാറ്റം വരാതിരിക്കുമ്പോൾ തൊട്ടടുത്ത് കാളിമല ക്ഷേത്രമുണ്ട്. അവിടെയും കൂടെ ചെന്നൊരു കാണിക്കയിടും. ഏതെങ്കിലും ഒരു ദൈവം പ്രസാദിച്ചാൽ മതി, എങ്ങനെയെങ്കിലും ജീവിതത്തിനകത്ത് സമാധാനമുണ്ടാകണം. എന്നിട്ടും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ആമേശ്വരം നേരെ വേളാങ്കണ്ണിയിലോട്ട് പോകാൻ തുടങ്ങി. പോകുന്ന സമയത്ത് തന്നെ ആമേശ്വരം ഇന്ത്യയുടെ തന്നെ 2ാമത്തെ വലിയ ക്ഷേത്രമെന്നറിയപ്പെടുന്ന മധുര മീനാക്ഷി ക്ഷേത്രത്തിനകത്ത് ചെന്ന് പൂജകളും കർമ്മങ്ങളും കാണിക്കകളും നടത്താൻ തുടങ്ങി. ആമേൻ. അവിടെ നിന്നും ജീവിതത്തിനകത്ത് തിരിച്ചു വരാൻ കഴിഞ്ഞില്ല. പളനി ക്ഷേത്രത്തിൽ പോയി പൂജ നടത്താൻ പോയി. ആമേശ്വരം ജീവിതത്തിനകത്ത് തിരിച്ചു വരാൻ കഴിഞ്ഞില്ല. പല ആൾ രൂപങ്ങളും വാങ്ങിച്ച് പലയിടത്തും നേർച്ച കാണിക്കാൻ തുടങ്ങി. വേളാങ്കണ്ണി പള്ളിയിലും പോകാൻ തുടങ്ങി. അവിടെ നിന്നും എണ്ണ പ്രാർത്ഥിച്ചു കൊണ്ടുവരാൻ തുടങ്ങി. തീർന്നില്ല. എന്തിനേറെ പറയുന്നു, എടത്തുവ സന്ദർശിച്ചിട്ടുണ്ട്, മലയാറ്റൂർ സന്ദർശിച്ചിട്ടുണ്ട്, പരിമല സന്ദർശിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ ഏറ്റവും വലിയ കൺവെൻഷൻ എന്നറിയപ്പെടുന്ന മാരാമൺ കൺവെൻഷനും ചില ദിവസങ്ങൾ സന്ദർശിക്കാൻ ദൈവം എൻ്റെ കുഞ്ഞുനാളികൾ അവസരങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. എവിടെയെങ്കിലും ജീവിതത്തിനകത്ത് സമാധാനം കിട്ടിയാൽ മതിയെന്ന് അങ്ങുമിഞ്ഞും ഓടി നടന്നിട്ടും ജീവിതത്തിനകത്ത് ഒരു സമാധാനമില്ലാതിരിക്കുമ്പോൾ ആമേശ്വരം 15 വർഷത്തിന് ശേഷം സർവശക്തനായ കർത്താവിനെ കണ്ടുമുട്ടാൻ എനിക്കിടയായി. അതിനെ ഓർത്ത് ഞാൻ ഇന്ന് രാത്രിയിൽ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ഈ രാത്രിയിൽ ഞാൻ പറയട്ടെ, ആമേൻ, യേശുവിനെ കണ്ടുമുട്ടാൻ മുഖാന്തരമായത് എൻ്റെ കഠിന പ്രയത്നം കൊണ്ട് ലഭിച്ചതൊന്നല്ല. ഞാൻ പറഞ്ഞല്ലോ, ഒരു ഭാഗത്ത് ഞാനൊരു രോഗിയായി തീരുമ്പോൾ തന്നെ ജീവിതത്തിനകത്ത് സമാധാനമില്ലാത്തൊരു അന്തരീക്ഷത്തിൽ പോകുമ്പോൾ എൻ്റെ അമ്മ മറുഭാഗത്ത് അതിനേക്കാളും വലിയൊരു രോഗിയായിട്ട് തീർന്നിരിക്കുകയാണ്. 2 ആഴ്ച വീട്ടിലുണ്ടെങ്കിൽ 1 മാസം ഹോസ്പിറ്റലിലാണ്. വീണ്ടും 3 ആഴ്ച വീട്ടിലുണ്ടെങ്കിൽ 2 മാസം ആശുപത്രിയിലാണ്. ഇങ്ങനെ എൻ്റെ അപ്പൻ ചെയ്യുന്ന ജോലി ചെയ്ത് കിട്ടുന്ന സമ്പത്തെല്ലാം ആശുപത്രിക്കകത്ത് ചെലവഴിച്ചിട്ട് ജീവിതത്തിനകത്ത് സമാധാനമില്ല. ആമേ, സന്തോഷമുള്ളൊരു അന്തരീക്ഷമില്ല. ഒരു നല്ല ഭവനം പണിയാൻ കഴിഞ്ഞിട്ടില്ല. നനഞ്ഞു ചോർന്നുലയ്ക്കുന്ന വീട്ടിനകത്ത് പഴയ ഒരു 10 റൂമുള്ളൊരു വീടുണ്ട്. ആമേൻ. വർഷത്തിൽ 2 പ്രാവശ്യം ഓല കെട്ടണം. അതിന് തന്നെ ധാരാളം ഓല വേണ്ടി വരും. വീട്ടിനകത്തൊക്കെ മഴ സീസണിനകത്ത് ഓല കെട്ടാൻ നിവൃത്തിയില്ലാതിരിക്കുമ്പോൾ ഞാനും എൻ്റെ സഹോദരിയായിട്ട് തൊട്ടടുത്തുള്ള ഒരു കൈത്തോടിനകത്ത് കുളിക്കാൻ പോകുമ്പോൾ ആമേൻ, മഴ സമയത്ത് മീൻ പിടിച്ചുകൊണ്ട് വീട്ടിനകത്ത് കുഴിയെടുത്ത് ആ മീൻ വിട്ട് ഞങ്ങളിവിടെ കളിച്ചിട്ടുണ്ട്. അത്രത്തോളം ഈ ഗ്രൗണ്ടിനേക്കാളും നാശകരമായ കുഴിയായിരുന്നു എൻ്റെ വീട്ടിനകത്ത്. ജീവിതത്തിനകത്ത് കരകയറാൻ കഴിയാത്ത, സമാധാനത്തിലോട്ട് കടന്നു വരാൻ കഴിയാത്ത, സന്തോഷത്തിലോട്ട് കടന്നു വരാൻ കഴിയാത്ത നാളുകൾ ജീവിതത്തിനകത്ത് ഒത്തിരി അനുഭവിക്കേണ്ടി വന്നു. എൻ്റെ അമ്മ സ്ഥിരം രോഗിയായി മാറി. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ അമ്മച്ചി അപ്പച്ചനും കൂടെ ഒരു ദിവസം പറഞ്ഞു, നീ ഇങ്ങനെ ഒരു കത്തോലിക്ക ഭക്തനായിട്ട് ജീവിച്ചു, ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് നടന്നിട്ട് ജീവിതത്തിനകത്ത് നിനക്കൊരു മാറ്റമില്ല. നീ എന്ത് ചെയ്യണം? അടുത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന കൂടാരത്തിലേക്ക് കടന്നു വരണം.
എൻ്റെ അമ്മയ്ക്കൊരു മനസ്സില്ല. ഏറ്റവും മനസ്സില്ലാത്ത കാരണം എത്ര രോഗിയായിരുന്നാലും ഏകദേശം ഒരു 10-25 പവന്റെ ആഭരണമുണ്ട്. അതിന് അണിഞ്ഞു നടക്കാൻ വേണ്ടിയാണ് വാസ്തവത്തിൽ ഈ ഒരു ചർച്ചിലോട്ട് പോകാൻ ഇഷ്ടമില്ലാത്തത്. എത്ര രോഗിയാണെങ്കിലും ഹോസ്പിറ്റലിൽ പോകുമ്പോഴായിരുന്നാലും ആമേശ്വത്രം മാലയും ആമേശ്വത്രം എല്ലാം അണിഞ്ഞൊക്കെ പോകത്തുള്ളൂ. അപ്പൊ ഇത് മാറ്റാനുള്ള ആമേശ്വത്രം ഒരു ശ്രമം മടി കൊണ്ടാണ് പെന്തക്കോസ് എന്ന് പറയുന്ന ആലയത്തിനകത്ത് പോകാൻ മടി കാണിച്ചത്. എങ്കിലും ആമേശ്വത്രം തീരെ നിവർത്തിയില്ലാതെ വന്നപ്പോൾ ആമേൻ കാര്യം മനസ്സിലായി. ഇനി രക്ഷയില്ല, മുമ്പോട്ട് പോകാൻ കഴിയത്തില്ല. ഏതെങ്കിലും പ്രാർത്ഥന കൂടാരത്തെ ആശ്രയിക്കണം, പ്രാർത്ഥിക്കാൻ ഏതെങ്കിലും ദൈവദാസന്മാരെ ആശ്രയിച്ചാലേ മുമ്പോട്ട് പോകാൻ കഴിയുമെന്ന് ചിന്തിച്ചപ്പോൾ മനസ്സോടെ ആമേൻ ഇന്നേക്ക് 23 വർഷങ്ങൾക്ക് മുമ്പ് ഒരു പെന്തക്കോസ് സഭയ്ക്കകത്ത് ചെന്ന് കാല് വയ്ക്കാൻ ദൈവം ഒരു അവസരം ഒരുക്കി. അങ്ങനെ ആമേശ്വത്രം ചെന്ന് പ്രാർത്ഥനയ്ക്ക് വേണ്ടി മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആമേശ്വത്രം ഇങ്ങനെ ശക്തമായി അവർ വന്ന് സഭയായി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇങ്ങനെ നാളുകൾ കൊണ്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ വാസ്തവത്തിൽ ഇതൊരു സത്യസഭയാണെന്നും സുവിശേഷത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു സഭയാണെന്നും ആമേൻ ബൈബിൾ അടിസ്ഥാനമുള്ള ഒരു സഭയാണെന്നും ജീവിതത്തിനകത്ത് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ കുടുംബമായി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ദൈവം ഞങ്ങൾക്ക് കഴിഞ്ഞ നാളുകളിൽ അവസരം ഒരുക്കി. ആമേശ്വത്രം ഞങ്ങൾ ചിന്തിച്ചു, ആമേൻ നീണ്ട വർഷങ്ങളോളം ഭവനത്തിൽ കിടന്നിട്ട് ആമേശ്വത്രം കത്തോലിക്ക പള്ളിയിൽ നിന്ന് ആരും അന്വേഷിച്ചിങ്ങോട്ട് വന്നിട്ടില്ല. ആമേൻ അച്ഛൻ വന്നില്ല, ഉപദേശി വന്നില്ല, അവിടുത്തെ വിശ്വാസികൾ ആരും വന്നില്ല. ഇതൊക്കെ ഞങ്ങള് ആമേൻ പെന്തക്കോസ് അനുഭവത്തിലേക്ക് പോകാൻ ആമേൻ കുറച്ച് ആരോഗ്യം നൽകാനിടയായി തീർന്നു. പലരും പിന്നത്തേൽ വന്ന് ചോദിച്ചു, എന്താ ഞങ്ങളെ തിരിച്ചു വരാത്തത്, ആലയത്തിലോട്ട് വരാത്തതെന്ത്, പ്രാർത്ഥനയ്ക്കോട്ട് വരാത്തതെന്ത്? അപ്പോഴൊക്കെ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ഈ രോഗിയായി കിടന്ന സമയത്ത് ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ലായിരുന്നു, പ്രാർത്ഥിക്കുന്ന ഒരു ദൈവദാസനുണ്ട്. വാസ്തവത്തിൽ ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ മാനുഷികമായ ചിന്തയിൽ ഞാൻ ചിന്തിച്ചു, ഈ പെന്തക്കോസ് അനുഭവത്തിനകത്ത് നമുക്ക് നിന്നു പോകാൻ കഴിയുമോ എന്ന്. കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഒരു ആരാധനയ്ക്ക് മുടങ്ങിപ്പോയാൽ ഉപദേശിയും അവിടുത്തെ വിശ്വാസികളെല്ലാം കൂടെ ഞായറാഴ്ച നമ്മുടെ വീട്ടിനകത്താ. ഞാൻ ചിന്തിച്ചു, ദൈവമേ, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നത്? ആരാധനയ്ക്ക് പോകാതിരിക്കാൻ രക്ഷയില്ല. എങ്ങനെയും ഓടി പ്രാർത്ഥിക്കാൻ തുടങ്ങി, ആരാധിക്കാൻ തുടങ്ങി. അപ്പോൾ തന്നെ എൻ്റെ ജീവിതത്തിനകത്ത് കുറച്ച് വ്യത്യാസം വരാൻ തുടങ്ങി. എനിക്ക് ബൈബിൾ പഠിക്കണമെന്നുള്ള ആഗ്രഹം ചെറുപ്പനാളിൽ തന്നെ ഉണ്ടാകാൻ തുടങ്ങി. വാസ്തവത്തിൽ ഞങ്ങളുടെ വീട്ടിനകത്ത് 2 ബൈബിളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അപ്പച്ചൻ്റെ അമ്മച്ചിയുടെ ബൈബിളാണ്. അവർ പള്ളിയിൽ പോകുമ്പോൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ വായിക്കാൻ മറ്റു പുസ്തകമില്ല. ഞങ്ങളൊരു കത്തോലിക്ക വിശ്വാസിയാണ് ആമേശ്വത്രം, അതുകൊണ്ട് ഞങ്ങൾക്ക് വേറെ ബൈബിളൊന്നും അവിടെ ഇല്ല. വാസ്തവത്തിൽ ഞങ്ങളുടെ കയ്യും വീശിയാണ് ആലയത്തിനകത്ത് പോകുന്നത്. അവിടെ പോകുമ്പോൾ അൽത്താരയിൽ ഒരു വലിയ ബൈബിളുണ്ട്. ആ ബൈബിൾ ഒരിക്കൽ അവിടെ അനുവാദമില്ലാതെ ആമേൻ പുൽപ്പുറ്റിൽ കയറി അൽത്താരെ കയറി വായിച്ചതിന്റെ പേരിൽ 2 മാസം സൺഡേ സ്കൂളിൽ നിന്ന് വിലക്കി എന്നെ പുറത്താക്കി. ഇനി മേലാൽ ആലയത്തിനകത്ത് കയറി പോകരുത്. കാരണം മറ്റു തെറ്റല്ല ചെയ്തത്, അൽത്താരെ കയറി ബൈബിൾ വായിച്ചു. ആ ബൈബിൾ മറ്റാർക്കും വായിക്കാൻ പാടില്ല, അത് അച്ഛൻ ഉപയോഗിക്കാനുള്ള ബൈബിളാണ്. എനിക്കറിയത്തില്ല, എൻ്റെ കുഞ്ഞുപ്രായത്തിൽ അൽത്താരയ്ക്കകത്ത് കയറാൻ പാടില്ലെന്നും പുൽപ്പുറ്റി ചെല്ലാൻ പാടില്ലെന്നും ബൈബിൾ തുറക്കാൻ പാടില്ലെന്നൊന്നും എനിക്കറിയത്തില്ല. അന്ന് എൻ്റെ കുഞ്ഞുനാളിൽ ഞാൻ ചെന്ന് ബൈബിൾ വായിച്ചതിൻ്റെ പേരിൽ 2 മാസം വിലക്കപ്പെട്ടവനായി എന്നെ പുറത്താക്കി. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ എനിക്ക് എൻ്റെ ഹൃദയത്തിനകത്തൊരു ആഗ്രഹം, എനിക്ക് ബൈബിൾ വായിക്കണം, എനിക്ക് ബൈബിൾ വായിക്കണം, ബൈബിൾ വായിക്കണം, ബൈബിൾ വായിക്കണമെന്ന ചിന്ത ഇങ്ങനെയുണ്ട്. അപ്പച്ചനും അമ്മച്ചൊക്കെ മീറ്റിംഗ് ഇല്ലാതെ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് 2 പേരുടെയും ബൈബിൾ മാറി മാറി എടുത്ത് ഞാൻ വായിക്കും. വായിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ട് തുടങ്ങി. എന്നിട്ട് എനിക്ക് എൻ്റെ ഹൃദയത്തിനകത്ത് എനിക്കൊരു ആഗ്രഹം, എനിക്ക് സ്വന്തമായി ഒരു ബൈബിൾ വേണം. ഞാൻ അമ്മയോടും പപ്പയോടൊക്കെ പലപ്പോഴും പറയും, ഞങ്ങൾക്കൊരു സ്വന്തമായി ഒരു ബൈബിൾ വേണം, വായിക്കണം. അപ്പോഴൊക്കെ അവർ പറയും, വീട്ടിനകത്ത് ബൈബിൾ ഉണ്ടല്ലോ, പിന്നെ എന്തിനാ വേറെ ബൈബിൾ, അതിൻ്റെ ആവശ്യമില്ല, ഈ ബൈബിൾ നമുക്കുണ്ടല്ലോ. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഒരു കുഞ്ഞമ്മ കാട്ടാക്കട താമസിക്കുന്നുണ്ട്. ഞാൻ അവിടെ നിൽക്കാൻ വേണ്ടി 2 ദിവസം പോകുന്ന സമയത്ത് അവരെല്ലാവരും കുടുംബമായിട്ട് പെന്തക്കോസ് വിശ്വാസികളാണ്. അവരുടെ ഒരു പഴയ ബൈബിൾ എനിക്ക് തന്നു. ഞാൻ ഈ ബൈബിളിനെ കെട്ടിപ്പതിഞ്ഞ് ഒരു ചെറിയ കുട്ടി ചാക്കിനകത്തൊക്കെ ഇട്ട് കെട്ടിപ്പൂട്ടി ഏതാണ്ട് ഒരു വലിയ സാധനം കിട്ടിയതുപോലെ വീട്ടിൽ കൊണ്ടുവന്നപ്പം എൻ്റെ അമ്മയെ കൂടി വഴക്ക് പറയാൻ തുടങ്ങിടാ, അവർക്ക് വേണ്ടാതെ ഇവിടെ ഒതുക്കി വെച്ചിരുന്ന ബൈബിള് ഇവിടെ നിന്റെ കയ്യിൽ അടിച്ചേൽപ്പിച്ചതാ, ഇതിന് ബൈൻഡില്ല, എല്ലാ പുസ്തകവും ഇല്ല, ഇവിടെ ഇട്ട് ചവിട്ടി തൊഴിച്ചാൽ അതിൻ്റെ ശിക്ഷ നമുക്കല്ലേ, നീ എന്തിനാ ഇതിനെ കെട്ടിപ്പൂട്ടി ഇവിടെ കൊണ്ടുവന്നത്? ഞാൻ പറഞ്ഞു, എനിക്ക് വായിക്കാൻ ബൈബിളില്ല, അതുകൊണ്ട് ഞാൻ ഇവിടെ കൊണ്ടുവന്നതാ. എൻ്റെ അറിവനുസരിച്ച് അതിനെയൊക്കെ യോജിപ്പിച്ചു. ശരിക്കും എന്താണെന്ന് അറിയത്തില്ല. അങ്ങനെ ഞാൻ പിന്നത്തിൽ നോക്കിയപ്പോഴാ എനിക്ക് കാര്യം പിടികിട്ടിയത്, ഉൽപ്പത്തി പുസ്തകം ഇല്ലായിരുന്നു, പുറപ്പാട് മുതലേ അതിനകത്തുള്ളൂ. കാരണം ബാക്കി കീറിപ്പോയ സാധനമാണ്. യോജിപ്പിച്ച് വായിക്കാൻ തുടങ്ങി. ഇന്നത്തെ പോലെ ആരും ഇന്ന പുസ്തകം വായിക്കണമെന്നും പുതിയ നിയമം വായിക്കണമെന്നൊന്നും പറഞ്ഞു തരാൻ ആരുമില്ല. ഞാനൊരു അരിവേന്ന് വായിക്കാൻ തുടങ്ങി. അങ്ങനെ വായിക്കാൻ തുടങ്ങിയത് എവിടെയാണ്? പുറപ്പാട് പുസ്തകമാണ്. പുറപ്പാട് പുസ്തകം 1 മുതൽ വായിക്കുമ്പോൾ 3-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ എൻ്റെ ഹൃദയത്തിനകത്തൊരു വാക്യം ടച്ചായി. മിസ്രയീം ജനത്തിന്റെ കഷ്ടത കണ്ടു, സർവശക്തനായ ദൈവം അവരെ വിടിവിക്കാൻ ഇറങ്ങി വന്നു. അതുവരെ എൻ്റെ ചിന്ത ദൈവത്തെ അന്വേഷിക്കാൻ
എവിടെയൊക്കെ പോകണം. ആമേൻ കുരിശുമല പോകുന്നുണ്ട്, ആമേൻ കാളിമലയിൽ പോകുന്നുണ്ട്, മലയാറ്റൂർ പോകുന്നുണ്ട്, വേളാങ്കണ്ണിയിൽ പോകുന്നുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും അങ്ങോട്ട് സന്ദർശിച്ചു പോകുന്ന ഒരു അനുഭവം മാത്രമേ എൻ്റെ ജീവിതത്തിനകത്തുള്ളൂ. പക്ഷെ ഇങ്ങോട്ട് വരുന്ന ദൈവത്തെക്കുറിച്ച് അറിയത്തില്ല. ആമേൻ അതിന് തൊട്ടു മുമ്പുള്ള ആഴ്ചയിൽ അവിടുത്തെ ശുശ്രൂഷകൻ പ്രസംഗിച്ച വാക്യം ഇതാണ്: 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടിയാൽ അവിടെ നടുവിൽ ഞാനുണ്ട്. തങ്കച്ചമ്പാസു നേരത്തെ അധ്യക്ഷ പ്രസംഗം നടത്തുമ്പോൾ ഇവിടെ ഉച്ചരിച്ച പദമാണ് 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടിയാൽ ഞാൻ അവരുടെ നടുവിലുണ്ട്. എൻ്റെ ഒരു ചിന്ത, കർത്താവ് നമ്മുടെ നടുവിൽ വരുമോ? നമ്മൾ പിന്നെ എന്തിനാ അങ്ങോട്ട് പോകുന്നത്? അതെന്റെ ഹൃദയത്തിനകത്ത് വല്ലാതെ ചിന്തിക്കാൻ തുടങ്ങി. ഞാൻ ഈ പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 8-ാമത്തെ വാക്യം വായിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിനകത്ത് ടച്ചായി. ഞാൻ ആ വാക്യം വായിച്ചിട്ട് ചിന്തിക്കാൻ തുടങ്ങി, കർത്താവേ, മിസ്രൈം ജനത്തിന് വേണ്ടി ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന സ്വർഗ്ഗരാജ്യം വിട്ട് ആകാശം വിട്ട് ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് വിടുവിക്കാൻ കഴിയുന്ന ദൈവമാണോ നമ്മുടെ ദൈവം? പിന്നെ എന്തിനാ നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നത്? ഞാൻ എൻ്റെ ചെറിയ കുഞ്ഞു മനസ്സുകൊണ്ട്, എൻ്റെ ചെറിയൊരു മനസ്സുകൊണ്ട് ചിന്തിക്കാൻ തുടങ്ങി, കർത്താവ് ഇനി മറ്റൊരു സ്ഥലത്തേക്ക് പോകേണ്ട ആവശ്യമുണ്ടോ? എൻ്റെ കർത്താവ് ഇറങ്ങി വരുന്നവനാണ്. അന്ന് രാത്രി ആമേശ്വരം എനിക്ക് പൂർണ്ണമായി മനസ്സിലാക്കി. ആമേശ്വരം 2-3 പേർ ദൈവസന്നിധിയിൽ കൂടുന്നവൻ്റെ നടുവിൽ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നവനാണ് വാസ്തവത്തിൽ സർവശക്തനായ ദൈവം. എങ്ങും പോകേണ്ട കാര്യമില്ല, ഒരു സ്ഥലത്തും അന്വേഷിച്ച് നടക്കേണ്ട കാര്യമില്ല, ഒരു സ്ഥലത്തും ഓടി നടക്കേണ്ട കാര്യമില്ല. നമ്മുടെ ദൈവം സർവശക്തനായ ദൈവമാണ്. ഇങ്ങോട്ട് വന്ന് അത്ഭുതം ചെയ്യാൻ കഴിയുന്ന, നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന ഒരു ദൈവം ഇന്ന് രാത്രിയിൽ ഉണ്ടെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. ആമേശ്വരം ഒരു പാട്ടിങ്ങനെ ഉണ്ട്. ആമേശ്വരം ഈശ്വരനെ തേടി ഞാൻ നടന്നു, കടലുകൾ കടന്ന് ഞാൻ നടന്നു, അവിടെയുമില്ല ഇവിടെയുമില്ല. സഹോദരന്മാർ അറിയാമോ 2 ലൈൻ പാടാൻ? ആ പാട്ട് ആർക്കെങ്കിലും അറിയാമോ? 2 ലൈൻ ആ പാട്ടൊന്ന് പാടാൻ അറിയാമെങ്കിൽ 2 ലൈൻ ഒന്ന് പാടിയേ. സ്തോത്രം. ഈശ്വരനെ തേടി ഞാൻ നടന്നു, കടലുകൾ കടന്ന് ഞാൻ പോയി, അങ്ങുമില്ല ഇങ്ങുമില്ല ഈശ്വരൻ. ഇവിടെ വരുന്നവനാണ് നമ്മുടെ കർത്താവ്. തേടി ഞാൻ നടന്നു, കടലുകൾ കടന്നു ഞാൻ തിരഞ്ഞു, അവിടെയുമില്ല ഇവിടെയുമില്ല ഈശ്വരൻ, വിജനമായ ഭൂവിലുമില്ല ഈശ്വരൻ. ഈശ്വരനെ തേടി ഞാൻ നടന്നു, കടലുകൾ കടന്നു ഞാൻ നിറഞ്ഞു, അവിടെയുമില്ല ഇവിടെയുമില്ല ഈശ്വരൻ, വിജനമായ ഭൂവിലുമില്ല ഈശ്വരൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എവിടെ ചുറ്റി സഞ്ചരിച്ചാലും കർത്താവ് അങ്ങ് വിഞ്ഞൊന്നുമില്ല. പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ നടുവിൽ കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട്. ഈ രാത്രിയിൽ തിരിച്ചറിയുന്ന ദൈവമക്കൾക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രാരംഭ രൂപമായിട്ട് ഇന്ന് രാത്രിയിൽ ഞാൻ പറയാം, ഒരുപക്ഷെ ഇതിനകത്തിരിക്കുന്ന ആരെങ്കിലും ജീവിതത്തിനകത്ത് സമാധാനത്തിന് വേണ്ടി അങ്ങ് മിഞ്ഞും ഓടി നടക്കുന്നവരായിരിക്കാം. പല സ്ഥലങ്ങളിലും പോയി എങ്ങനെയെങ്കിലും എൻ്റെ ജീവിതത്തിനകത്ത് എനിക്കൊരു മാറ്റം വരണമേ എന്ന് ആഗ്രഹിക്കുന്നവർ ഇതിനകത്ത് കാണും. എൻ്റെ രോഗം എങ്ങനെ ഒന്ന് മാറിക്കിട്ടും, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എങ്ങനെ ഒരു നല്ല ഭാവി ഉണ്ടാകും, എൻ്റെ ജീവിതത്തിനകത്ത് എങ്ങനെ ഒരു വ്യത്യാസം വരും. പലരും പറയുന്നത് കേട്ട് ഓടി നടന്നിട്ട് ജീവിതത്തിനകത്ത് ഒരു വ്യത്യാസമില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ഒരു സുവിശേഷൻ എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് ശക്തമായി വിളിച്ചു പറയുന്നു, ആമേൻ. മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കാൻ കഴിഞ്ഞാൽ നീ എങ്ങും പോകേണ്ട കാര്യമില്ല. ഹൃദയം തുറങ്ങിയവർക്ക് കോപ സമീപസനെന്ന് ദൈവത്തിന്റെ തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു. വേദനയോടുകൂടെ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുന്ന നിന്റെ ഭവനത്തിന്റെ അകത്ത് വരാൻ കഴിവുള്ള ഒരു ദൈവത്തെയാണ് ഇന്ന് രാത്രി നമ്മൾ ഇവിടെ ഉയർത്തുന്നു എന്ന് വിശ്വാസമുള്ളവര് ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിന്റെ പ്രത്യേകത, ആ കർത്താവ് ഇറങ്ങി വരുന്ന ദൈവമാണ്. എല്ലാവരും സ്ഥാനം പിടിച്ച് അവിടെയൊക്കെ ഇരിക്കുകയാണ്. ആരും താഴോട്ട് വരാൻ സന്മനസ് കാണിക്കുന്നില്ല. പക്ഷെ നമ്മുടെ കർത്താവ് എന്തേന്നറിയാമോ? വിടിവിക്കാൻ ഇഞ്ഞ് താഴോട്ട് വന്നു. സ്തോത്രം. ആ കർത്താവിന് ഇന്ന് രാത്രിയിൽ സേവിപ്പാൻ ദൈവം നമുക്ക് കൃപ നൽകിയതിനെ ഓർത്ത് ഈ രാത്രിയിൽ ഞാൻ കർത്താവിന്റെ എഴുത്താണ് ഇന്ന് രാത്രി നമ്മൾ വായിച്ചത്. ഞാൻ എൻ്റെ സാക്ഷ്യം പറഞ്ഞിങ്ങനെ പോയി കഴിഞ്ഞാൽ ധാരാളം കാര്യങ്ങൾ പറയേണ്ടതായിട്ടുണ്ട്. വായിച്ച വാക്യത്തിൽ നിന്ന് 1-2 കാര്യങ്ങൾ വളരെ വേഗത്തിൽ ചിന്തിച്ച് പ്രാർത്ഥിക്കുവാൻ ഇന്ന് രാത്രി കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 25-ാമത്തെ വാക്യമാണ് ഇന്ന് രാത്രിയിൽ ചിന്തയ്ക്കായിട്ട് ഇവിടെ വായിച്ചത്. ഈ പുസ്തകത്തെക്കുറിച്ച് നമ്മൾ പഠിക്കണമെങ്കിൽ
നമ്മൾ ബൈബിള് തന്നെ പഠിക്കേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം ബിബ്ലിയ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ബിബ്ലിയോസ് എന്ന പദമുണ്ടായത്. അതിൻ്റെ അർത്ഥം ദി ബുക്സ് അല്ലെങ്കിൽ പുസ്തകം എന്ന അർത്ഥം വരുന്ന ബൈബിൾ നമുക്ക് ലഭിക്കാനിടയായി തീർന്നു. ഏകദേശം BC 1600 മുതൽ 400 വരെയുള്ള 1200 വർഷങ്ങൾ കൊണ്ട് 38 പരം എഴുത്തുകാരന്മാർ എഴുതി പൂർത്തീകരിച്ചതാണ് വിശുദ്ധ തിരുവെഴുത്ത്. എന്തിനാ ബൈബിളിനെ കുറിച്ച് പ്രസക്തിയോടെ ഞാൻ ഈ പറയുന്നതെന്ന് ചോദിച്ചാൽ, ലോകചരിത്രത്തിൽ പുസ്തകങ്ങളുടെ റാണി എന്നാണ് ബൈബിൾ അറിയപ്പെടുന്നത്. 66 പുസ്തകങ്ങൾ, 31,173 അധ്യായങ്ങൾ, 1173 അധ്യായങ്ങൾ, 31,173 വാക്കുകളടങ്ങിയ ഈ വിശുദ്ധ വേദപുസ്തകം എല്ലാവർക്കും വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു പുസ്തകമാണ്. ആരൊക്കെയാണ് ഈ പുസ്തകം എഴുതിയത്? രാജാക്കന്മാർ എഴുതിയിട്ടുണ്ട്, മുക്കുവന്മാർ എഴുതിയിട്ടുണ്ട്, ഇടയന്മാർ എഴുതിയിട്ടുണ്ട്, കാട്ടത്തിപ്പഴം പെറുക്കുന്നവൻ എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ വ്യത്യസ്ത അനുഭവത്തിൽപ്പെട്ട പലരും കൂടെ എഴുതി പൂർത്തീകരിച്ചതാണ് വിശുദ്ധ വേദപുസ്തകം. ഈ പുസ്തകം പോലെ രചിക്കപ്പെട്ട മറ്റൊരു പുസ്തകം ലോകത്തിൽ മറ്റൊരു പുസ്തകമില്ല. പുസ്തകങ്ങളുടെ റാണി എന്ന് വിശേഷിക്കപ്പെടുമ്പോൾ ആദ്യം എഴുതപ്പെട്ട പുസ്തകം വിശുദ്ധ തിരുവെഴുത്താണ്. ഫസ്റ്റ് അച്ചടിക്കപ്പെട്ട പുസ്തകം വിശുദ്ധ തിരുവെഴുത്താണ്. ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ വായിക്കുന്ന പുസ്തകം വിശുദ്ധ വേദപുസ്തകമാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ കൊണ്ടു നടക്കുന്ന പുസ്തകം വിശുദ്ധ വേദപുസ്തകമാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ അഭിമാനത്തോട് ഉയർത്തി കാണിക്കുന്നത് വിശുദ്ധ വേദപുസ്തകമാണ്. ഈ പുസ്തകത്തോട് പകരം വയ്ക്കാൻ മറ്റൊരു പുസ്തകമില്ല. എന്താ ഈ പുസ്തകത്തിന്റെ പ്രത്യേകത? ഉൽപ്പത്തി പുസ്തകം എഴുതിയ മോശ മുതൽ മലാക്കി വരെ എഴുതിയ മലാക്കി പ്രവാചകനെ വരെ നമ്മൾ പഠിച്ചാൽ 1200 വർഷം കൊണ്ട് എഴുതപ്പെട്ട BC 400 വരെയുള്ള കാലഘട്ടത്തിൽ രചിക്കപ്പെട്ട പഴയ നിയമ പുസ്തകത്തെക്കുറിച്ച് പഠിച്ചാൽ എല്ലാത്തിൻ്റെ എഴുത്തുകാരൻ ഒരാളെന്ന് ചിന്തിക്കും. അത്രത്തോളം ഒന്നിനോടൊന്ന് ചേർന്ന എഴുത്തുകളാണ് എഴുതിയിരിക്കുന്നത്. 1200 വർഷം കൊണ്ട് ഏകദേശം 8-10 തലമുറകൾ കഴിഞ്ഞപ്പോഴാണ് വിശുദ്ധ തിരുവെഴുത്തിന് പൂർത്തീകരിക്കാനിടയായത്. അപ്പോൾ തന്നെ നമുക്കറിയാം, ഒരു മനുഷ്യന്റെ തലയിൽ കൂടെ വന്നതോ ഒരു മനുഷ്യൻ ചിന്തിച്ചെഴുതിയതോ അല്ല വിശുദ്ധ വേദപുസ്തകം. എല്ലാ തിരുവെഴുത്തും ദൈവനിശ്വാസ്യമാണ്. സർവശക്തനായ കർത്താവിന്റെ അരുളപ്പാടാണ് വിശുദ്ധ തിരുവെഴുത്തെന്ന് പറയുന്നത്. ആ പുസ്തകത്തെ ഇന്ന് രാത്രി ഉയർത്തി കാണിക്കുന്നതിൽ ദൈവമക്കളായി നമുക്ക് അഭിമാനമുണ്ട്. ഇതിനകത്തിരിക്കുന്ന എല്ലാവരുടെ കയ്യിലും ബൈബിൾ ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം എന്താണ്? ഇതൊരു അഭിമാനമായ പുസ്തകമാണ്. പ്രതിസന്ധിയിൽ, പ്രതികൂലത്തിൽ, വേദനകളിൽ ഉയർത്തി കാണിക്കാൻ, മാറോട് ചേർത്ത് പിടിക്കാൻ, അണച്ചു പിടിക്കാൻ ഇതേപോലൊരു പുസ്തകം ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ജീവിതത്തിനകത്ത് എന്തെങ്കിലും ഒരു മാറ്റമുണ്ടാകണമെങ്കിൽ, വ്യത്യാസമുണ്ടാകണമെങ്കിൽ പത്രങ്ങൾ വായിക്കുന്നവരായിരിക്കാം, മറ്റു പല പുസ്തകങ്ങളും വായിക്കുന്നവരായിരിക്കാം. എല്ലാം വായിക്കുന്നതോടൊപ്പം തന്നെ അല്പ മിനിറ്റുകൾ തിരുവെഴുത്തും കൂടെ വായിക്കാൻ നമ്മൾ തയ്യാറാകണം. സ്തോത്രം. ആർക്ക് വേണമെങ്കിലും വായിക്കാനുള്ള പുസ്തകമാണ് വിശുദ്ധ തിരുവെഴുത്തെന്ന് പറയുന്നത്. ഒരിക്കൽ ഞാൻ ഈ ബൈബിളിനെ കുറിച്ച് പരസ്യമായിട്ടൊരു വേദിയിൽ നിന്നൊരു പരസ്യ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഒരു സഹോദരൻ ഓടി എൻ്റെ അടുക്കൽ വന്നു. അവൻ കുറച്ച് ഭാഗങ്ങളൊക്കെ അങ്ങും ഇങ്ങുന്നൊക്കെ വായിച്ചറിയാന്നുള്ളവനാ. അവൻ എന്നോട് പറഞ്ഞു, ദാവീദ് പോലെയുള്ള പല വ്യക്തികളുടെയും പാപവും അവർ ചെയ്ത പാപത്തെക്കുറിച്ചൊക്കെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇതിന് വിശുദ്ധ വേദപുസ്തകം എന്ന് പറയുന്നത്? ഞാൻ പറഞ്ഞു, സഹോദര, നീ ചോദിച്ച ചോദ്യം തന്നെയാണ് ഞങ്ങളുടെ പുസ്തകം വിശുദ്ധ വേദപുസ്തകം എന്ന് പറയുന്നത്. ഒരുത്തന്റെ നല്ല കാര്യം മാത്രം ചൂണ്ടിക്കാണിച്ചിട്ട് അവന്റെ മോശകാര്യത്തെ രഹസ്യമാക്കി വെക്കുന്ന ഒരു പുസ്തകമല്ല വേദപുസ്തകം എന്ന് പറയുന്നത്. അവൻ ചെയ്യുന്ന നല്ല കാര്യമായാലും മോശമായാലും ഒരുത്തന്റെ പ്രവൃത്തി അതുപോലെ എഴുതി കളങ്കമില്ലാത്ത ഒരു പുസ്തകം ലോകത്തിലുണ്ടെങ്കിൽ മനുഷ്യനെ പ്രസാദിപ്പിക്കുന്ന പുസ്തകമല്ല സത്യവേദ പുസ്തകം എന്ന് പറയുമ്പോൾ ഇന്ന് രാത്രി നമുക്ക് ഉയർത്തി കാണിക്കാൻ കഴിയുന്ന ഏറ്റവും ഒരു മാന്യത എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. മനുഷ്യന്റെ ജീവിതം മൊത്തത്തിൽ എഴുതപ്പെട്ട പുസ്തകമാണ്. ഏതൊരു മനുഷ്യന്റെയും ജീവിതം മൊത്തത്തിൽ ഈ സത്യവേദ പുസ്തകം വരച്ചു കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അഭിമാനമായിട്ട് നമുക്ക് വേദപുസ്തകത്തെ ഉയർത്തി കാണിക്കാൻ കഴിയുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ബൈബിളിനെ നമുക്ക് 2 ഭാഗമായിട്ട് തിരിച്ചു പഠിക്കാം. ഓൾഡ് ടെസ്റ്റമെന്റ്, ന്യൂ ടെസ്റ്റമെന്റ്, പഴയ നിയമം, പുതിയ നിയമം. 2 ഭാഗമായിട്ട് തിരിച്ചു പഠിക്കുമ്പോൾ 2 ഭാഗത്തെയും 4ആയിട്ട് പഠന സൗകര്യാർത്ഥം തിരിച്ചു പഠിക്കാൻ കഴിയും. പഴയ നിയമത്തെ തന്നെ 4ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ആദ്യത്തെ 5 പുസ്തകങ്ങൾ പഞ്ചഗ്രന്ഥം എന്ന് പറയുന്നു, അത് മോശയാണ് എഴുതിയത്. അടുത്തുള്ള പുസ്തകങ്ങള് ഏകദേശം 12 പുസ്തകങ്ങൾ ചരിത്ര പുസ്തകങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നു.
അതിനുശേഷമുള്ള 5 പുസ്തകങ്ങൾ കാവ്യ പുസ്തകങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. തുടർന്നുള്ള 17 പുസ്തകങ്ങൾ പ്രവചന പുസ്തകങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. യെശയ്യാ മുതൽ മലാക്കി വരെയുള്ള 17 പുസ്തകങ്ങൾ പ്രവചന പുസ്തകങ്ങളാണ്. ഇങ്ങനെ പഴയ നിയമത്തെ നമുക്ക് 4ആയിട്ട് തിരിച്ചു പഠിക്കാൻ കഴിയും. അതേപോലെ തന്നെ പുതിയ നിയമത്തെയും പഠന സൗകര്യാർത്ഥം 4ആയിട്ട് നമുക്ക് തിരിച്ചു പഠിക്കാൻ കഴിയും. ആദ്യത്തെ 4 ആമേശ്വത്രം പുസ്തകങ്ങളെ സുവിശേഷങ്ങൾ എന്ന പേരിൽ പറയാൻ കഴിയുന്നുണ്ട്. രണ്ടാമത്തെ ആമേശ്വത്രം ഭാഗമായിരിക്കുന്ന അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം ഏക ചരിത്ര പുസ്തകമാണ്. അതോടൊപ്പം തന്നെ റോമാ ലേഖനം മുതൽ യൂദയുടെ ലേഖനം വരെയുള്ള 21 പുസ്തകങ്ങളെ ലേഖനങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. അവസാനം ഒരു പുസ്തകമാണ് എസ്കറ്റോളജി, ഭാവിശാസ്ത്രം അല്ലെങ്കിൽ പ്രവചന പുസ്തകം എന്ന നിലയിൽ വെളിപ്പാട് പുസ്തകത്തെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇങ്ങനെ പഴയ നിയമത്തെയും പുതിയ നിയമത്തെയും പഠന സൗകര്യാർത്ഥം 4ആയിട്ട് നമുക്ക് തിരിച്ചു പഠിക്കാൻ കഴിയും. അതിൽ പുതിയ നിയമത്തിലെ പ്രഥമ ഭാഗമാണ് സുവിശേഷം എന്ന പേരിൽ നമുക്കറിയാൻ കഴിയുന്നത്. എന്താണ് സുവിശേഷം? ഈ സുവിശേഷം 4ആയിട്ട് തിരിച്ചിട്ടുണ്ട്. എന്താണ് 4 പേര് സുവിശേഷം എഴുതാനുള്ള കാര്യം? മത്തായി സുവിശേഷം എഴുതി, മത്തായി യേശുക്രിസ്തുവിനെ എഴുതി, യേശുക്രിസ്തു ഒരു രാജാവാണ്. മർക്കോസ് സുവിശേഷം എഴുതി, മർക്കോസ് പറഞ്ഞു യേശു ഒരു ദാസനാണ്. അടുത്ത് ലൂക്കോസ് സുവിശേഷം എഴുതി, ലൂക്കോസ് പറഞ്ഞു യേശു മനുഷ്യപുത്രനാണ്. ഇവരെ 3 പേരിൽ നിന്ന് വ്യത്യസ്തനായി യോഹന്നാൻ എഴുതി, യേശുക്രിസ്തു ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. അപ്പൊ 4 പേരും 4 അനുഭവത്തിലാണ് സുവിശേഷം എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് 4 സുവിശേഷവും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ആദ്യത്തെ 3 എണ്ണത്തിന് നമുക്ക് സിനോപ്റ്റിക് ഗോസ്പൽ അല്ലെങ്കിൽ സമാന്തരിക സുവിശേഷം എന്ന പേരിൽ തിരിച്ചു പഠിക്കാനായിട്ട് കഴിയും. ആദ്യത്തെ 3 എണ്ണം ഏകദേശം ഒന്നുപോലെയുള്ള പുസ്തകങ്ങളാണ്. മത്തായി, മർക്കോസ്, ലൂക്കോസ്. ഇത് 3 പുസ്തകങ്ങളും പഠിച്ചാൽ ഒരേപോലെയുള്ള കാര്യങ്ങളാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. അതിൽ നിന്ന് വേറിട്ടൊരു പുസ്തകമാണ് യോഹന്നാന്റെ സുവിശേഷം. സ്പെഷ്യൽ നോളജ് ഓഫ് ദ ജോൺ ദ ഗോസ്പൽ. യോഹന്നാൻ സുവിശേഷകന്റെ പ്രത്യേകമായ ചില ആമേശ്വത്രം സുവിശേഷ സന്ദേശങ്ങൾ യോഹന്നാൻ തന്റെ സുവിശേഷത്തിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താ കാര്യങ്ങൾ? 2-ാം അധ്യായത്തിൽ തന്നെ കാനാവിലെ കല്യാണ വീട്ടിലെ സംഭവം, 3-ാം അധ്യായത്തിൽ കാണുന്ന നിക്കോദോമസിന്റെ ചരിത്രം, 4-ാം അധ്യായത്തിൽ കാണുന്ന ശമര്യക്കാരി സ്ത്രീയുടെ ചരിത്രം, 5-ാം അധ്യായത്തിൽ കാണുന്ന 38 വർഷം കൊണ്ട് ബെഥസ്ദ കുളക്കരയിൽ കിടന്ന് സൗഖ്യം പ്രാപിച്ച മനുഷ്യന്റെ സംഭവം, ആമേൻ. 9-ാം അധ്യായത്തിൽ കാണുന്ന പിറവിയിലെ ഗുരുടന്റെ സംഭവം, 10-ാം അധ്യായത്തിൽ കാണുന്ന നല്ല ഇടയനാകുന്ന യേശുക്രിസ്തുവിന്റെ പ്രസ്താവനകൾ, 11-ാം അധ്യായത്തിൽ കാണുന്ന ലാസറിന്റെ ചരിത്രം, 12-ാം അധ്യായത്തിൽ കാണുന്ന ലാസറുമായിട്ട് പന്തിക്കിരിക്കുന്നത്, 13-ാം അധ്യായത്തിലെ പെസക, 14-15 അധ്യായത്തിലെ യേശുക്രിസ്തുവിന്റെ നിയോഗങ്ങൾ, 17-18 അധ്യായത്തിലെ ക്രൂശീകരണം, 20-ാം അധ്യായത്തിലെ ഉയർത്തെഴുന്നേൽപ്പ്, 21-ാം അധ്യായത്തിലെ പത്രോസും യേശുവുമായിട്ടുള്ള സംവാദം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മറ്റ് യാതൊരു പുസ്തകത്തിനകത്തുമില്ല. ഇതെല്ലാം യോഹന്നാൻ മാത്രം എഴുതിയ കാര്യങ്ങളാണ്. എന്തുകൊണ്ടാണ് യോഹന്നാൻ മാത്രം ഇത് എഴുതാനുള്ള കാരണം? ആദ്യത്തെ 3 സുവിശേഷകന്മാരും അറിവിൽ നിന്ന് എഴുതിയതാണ്. യോഹന്നാൻ കണ്ട കാര്യങ്ങൾ എഴുതിയതാണ്. സ്തോത്രം. ആദ്യത്തെ 3 സുവിശേഷകന്മാരും ആമേൻ അറിഞ്ഞ കാര്യങ്ങൾ എഴുതിയതാണ്. ആമേൻ. AD 30 കർത്താവായ യേശുക്രിസ്തു ഇവിടെ നിന്ന് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നു. അങ്ങനെയാണെങ്കിൽ 1-ാമത്തെ പുസ്തകമായിരിക്കുന്ന മർക്കോസിന്റെ സുവിശേഷം എഴുതിയത് AD 56 കൂട്ടിച്ചേർത്തപ്പോൾ 2-ാമത്തെ പുസ്തകമായെങ്കിലും ആദ്യം എഴുതിയ സുവിശേഷം മർക്കോസിന്റെ സുവിശേഷമാണ്. മർക്കോസിന്റെ സുവിശേഷം AD 56 എഴുതുമ്പോൾ യേശുക്രിസ്തുവിന്റെ മരണത്തിന് ശേഷം 25 വർഷങ്ങൾക്ക് ശേഷമാണ് ആദ്യത്തെ സുവിശേഷകൻ 1-ാമത്തെ സുവിശേഷം എഴുതാൻ തുടങ്ങിയത്. അപ്പോൾ ഇത്രയും നീണ്ട ഒരു ചരിത്രം ബാക്കിലുള്ളത് കൊണ്ട് ശരിയായ നിലയിൽ അവർക്ക് എഴുതാൻ കഴിഞ്ഞിട്ടില്ല. എന്തിനേറെ പറയുന്നു, യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെ കുറിച്ച് ഒരു നല്ല പഠനം നടത്തണമെങ്കിൽ 8-ാം നൂറ്റാണ്ടിലെ പ്രവാചകനായിരിക്കുന്ന യെശയ്യാവിന്റെ പ്രവചനം 53-ാം അധ്യായം പഠിക്കണം. ആ യെശയ്യാവ് 800 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രവചിച്ച പ്രവചനത്തിന്റെ വാക്കുകൾ പോലും സുവിശേഷകന്മാർക്ക് ശരിക്കും എഴുതാൻ കഴിഞ്ഞിട്ടില്ല. കാരണം അത്രമാത്രം ആമേശ്വരം തീവ്രതയോടുകൂടെ യെശയ്യാവ് തന്റെ പ്രവചനം കൈകാര്യം ചെയ്തിട്ടുണ്ട്. അപ്പൊ കണ്ട കാര്യങ്ങൾ യോഹന്നാൻ എഴുതിയിട്ടുണ്ട്. യോഹന്നാൻ കുറച്ച് കാര്യങ്ങളൊക്കെ യേശുവുമായിട്ട് ചേർന്ന് നിന്ന മനുഷ്യനാണ്. നമുക്കറിയാം കർത്താവ് യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരിൽ ഏറ്റവും പ്രായം കുറഞ്ഞവനാണ് യോഹന്നാൻ. യോഹന്നാൻ ധാരാളം കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ആമേ പ്രത്യേകമായിട്ട് യേശുവിൽ നിന്ന് കണ്ട കാര്യങ്ങളാണ് യോഹന്നാൻ എഴുതുന്നത്. അദ്ദേഹം ഒരു സാധാരണ മനുഷ്യനാ. ആമേ യൂദ യേശുവിനെ ഒറ്റിക്കൊടുത്ത് മാറിപ്പോയി. ബാക്കി 10 ശിഷ്യന്മാരും ആമേശ്വത്രം യേശുവിനെ പിടിച്ചപ്പോൾ പേടിച്ച് ഒളിച്ച് മർക്കോസിന്റെ മാളികമുറിക്കകത്ത് ചെന്നിരിക്കുമ്പോൾ യേശുവിന്റെ മാറോട് ചേർന്നിരിക്കാൻ, യേശുവിന്റെ ക്രൂശോട് ചാരി നിൽക്കാൻ, യേശുവിന്റെ മരണം വരെ കൂടെ നിൽക്കാൻ ഒരു ശിഷ്യനെ ഉണ്ടായിരുന്നുള്ളൂ. അത് യോഹന്നാനാണ്. അവസാനം ക്രൂശിലെ 7 മൊഴി
കർത്താവ് യേശു ക്രിസ്തു ക്രൂശിൽ കിടന്ന് പറയുമ്പോൾ യോഹന്നാനോട് പറഞ്ഞു, തൻ്റെ അമ്മയെ പരിചയപ്പെടുത്തി, യോഹന്നാനെ ഇതാ നിന്റെ അമ്മ. മറിയോട് പറഞ്ഞു, സ്ത്രീയെ ഇതാ നിന്റെ മകൻ എന്ന് പറഞ്ഞ് യോഹന്നാനെ പരിചയപ്പെടുത്തിയിട്ട് സ്വന്തം തോളി തലചാരി പ്രാണനെ വിട്ടവനാണ് നമ്മുടെ കർത്താവ്. എന്താ ക്രൂശ് വരെയും മരണത്തെ പേടിക്കാതെ യേശുവിനോട് കൂടെ നിന്ന ഒരു ശിഷ്യനാണ് യോഹന്നാൻ എന്ന് പറയുന്നത്. ആ യോഹന്നാൻ എഴുതിയ ആമേശ്വരം പുസ്തകമാണ് യോഹന്നാന്റെ സുവിശേഷം. അദ്ദേഹം 5 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇതിനെ കൂടാതെ തന്നെ 3 ലേഖനങ്ങളും ഒരു പ്രവചന പുസ്തകമായിരിക്കുന്ന വെളിപ്പാട് പുസ്തകവും ഈ യോഹന്നാൻ തന്നെയാണ് എഴുതിയത്. ഇദ്ദേഹം 5 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ 1-ാമത്തെ പുസ്തകമാണ് യോഹന്നാൻ എഴുതിയ സുവിശേഷം. ഈ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം രസകരമായ ഒരു കഥ പോലെയാണ് യോഹന്നാൻ എഴുതിയിരിക്കുന്നത്. യേശുക്രിസ്തു സ്നേഹിച്ച ഒരു പട്ടണമാണ് ബഥാനിയ. ബഥാനിയയിലെ ലാസറിന്റെ ഭവനം എന്ന് കേൾക്കുമ്പോൾ എപ്പോഴും യേശുക്രിസ്തുവിന് പ്രത്യേകമായ ചില സ്നേഹം ആ കുടുംബത്തോടുണ്ട്. കാരണം പല പ്രാവശ്യം നമ്മൾ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ, പല അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, മറ്റു പുസ്തകങ്ങളും നമ്മൾ ഒരുമിച്ച് വായിക്കുമ്പോൾ യേശുക്രിസ്തു പല പ്രാവശ്യം ബഥാനിയെ സന്ദർശിച്ചതായിട്ടും ലാസറിന്റെ ഭവനത്തിൽ ചെന്നതായിട്ടും നമ്മൾ വായിക്കുന്നുണ്ട്. മറ്റ് തൻ്റെ മാതാവിനെ കുറിച്ചോ പിതാവിനെ കുറിച്ചോ ഒന്നും പറഞ്ഞിട്ടില്ല. വീട്ടിലുള്ള മറ്റാരെക്കുറിച്ചും വേദപുസ്തകം പഠിപ്പിക്കുന്നില്ല. ഒരു സഹോദരനെ കുറിച്ചും 2 സഹോദരിമാരെ കുറിച്ചും മാത്രം പറയുന്നു. അതാണ് ബഥാനിയിലെ കുടുംബത്തിന്റെ സംഭവം. 3 സഹോദരങ്ങൾ മാത്രം ഒരുമിച്ച് ജീവിക്കുന്ന ഒരു കുടുംബം, ഒരു സാധാരണ കുടുംബം. ആ കുടുംബത്തിനകത്ത് പലപ്പോഴും യേശു അവിടെ സന്ദർശിക്കാൻ എത്തിയിട്ടുണ്ടെന്ന് ആമേശ്വരം നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. ഒരു ദിവസം ഒരുമിച്ച് 3 സഹോദരങ്ങളും കൂടെ സംസാരിക്കുന്ന സമയത്തായിരിക്കാം പെട്ടെന്ന് തൻ്റെ സഹോദരനായിരിക്കുന്ന ലാസർ കുഴഞ്ഞു വീണത്. ആ കുഴഞ്ഞു വീണു എന്തോ രോഗം ബാധിച്ചിരിക്കുന്ന സമയത്ത് 2 സഹോദരിമാര് പ്രത്യാശയോട് ആരോ 1-2 പേര് യേശുക്രിസ്തുവിന്റെ അടുക്കലോട്ട് അയച്ചു. എന്തിനു വേണ്ടി? യേശുവേ, വേഗം ഞങ്ങളുടെ ഭവനത്തിലോട്ടൊന്ന് വരണം, ഈ ലാസറിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. കാരണം അവർക്കറിയാം, പല പ്രാവശ്യം ബഥാനിയ സന്ദർശിച്ച കർത്താവ് ഈ ലാസറിന്റെ ഭവനത്തിനകത്ത് വന്നിട്ടുണ്ട്. പലപ്പോഴും ലാസറിന് വിടുതൽ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ ഒരു കൊച്ചു പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് അതിൽ നിന്ന് കിട്ടിയ ഒരു അറിവ് ഇങ്ങനെയാണ്. ലാസർ ചുഴലി രോഗം പോലെ ഏതോ ഒരു രോഗമുള്ള ഒരു മനുഷ്യനായിരുന്നു ഈ ലാസർ എന്ന് പറയുന്നത്. ഇടയ്ക്കിടയ്ക്ക് അവൻ കുഴഞ്ഞു വീഴാറുണ്ട്. എന്തോ രോഗത്താൽ വലഞ്ഞവനായിരുന്നു. പക്ഷേ സഹോദരിമാരുടെ ഒരു പ്രത്യാശയുണ്ട്. യേശുക്രിസ്തു ആ ഭവനത്തിലിരുന്ന പല പ്രാവശ്യം ഈ സഹോദരൻ കുഴഞ്ഞു വീണിട്ടുണ്ട്. ആ സമയത്തെല്ലാം കർത്താവ് യേശുക്രിസ്തു കരം കൊടുത്ത് ഈ ലാസറിനെ പ്രാർത്ഥിച്ചെഴുന്നേൽപ്പിച്ചിരുത്തിയിട്ടുണ്ട്. ഇത് ദൃക്സാക്ഷിയായിട്ട് കണ്ടതാണ് 2 സഹോദരങ്ങൾ. അപ്പോൾ അവർക്കറിയാം, യേശു ഇവിടെ വന്നാൽ ഒന്നും സംഭവിക്കയില്ല, ഞങ്ങളുടെ സഹോദരന് മരണം സംഭവിക്കയില്ല, ഞങ്ങളുടെ സഹോദരന് ഒന്നും സംഭവിക്കയില്ല എന്ന് 2 സഹോദരിമാർക്കറിയാം. അതുകൊണ്ടാ യേശുവിൻ്റെ അടുക്കൽ ആളയച്ചതാ. യേശു വാർത്ത അറിഞ്ഞു, പക്ഷേ പെട്ടെന്നൊന്നും ഓടി വാർത്ത കേട്ടിട്ട് വന്നില്ല. 4 ദിവസം കഴിഞ്ഞപ്പോഴാ യേശു മുമ്പോട്ട് വരാൻ തുടങ്ങിയതാ. യേശു ലാസറിന്റെ ഭവനത്തിലെത്തിയപ്പോൾ 4 ദിവസമായി. അല്പം വൈകിയാണ് കടന്നു വന്നത്. ഇന്ന് രാത്രി ഞാൻ പറയാം, ഏതെങ്കിലും വിഷയത്തിനകത്ത് കർത്താവ് വൈകി വന്നിട്ടുണ്ടെങ്കിൽ അതൊരു സാധാരണ വിഷയമല്ല, അതൊരു അസാധാരണമായ വിഷയമാണ്. കരമുയർത്തി എന്ന് കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ആമേശ്വരൻ, എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 10 വർഷം തലമുറയില്ലാതെ ജീവിച്ച ഒരു മനുഷ്യനാണ്. പച്ചയ്ക്ക് തന്നെ പലരും ആമേശ്വരം മലടനും മലടിയും പോകുന്നെന്ന് പറഞ്ഞ് എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അത്രത്തോളം നേരിട്ട് അനുഭവിച്ചിട്ടുള്ളൊരു മനുഷ്യനാണ് ഞാൻ. പ്രത്യേകിച്ച് ഒരു സുവിശേഷൻ എന്ന നിലയിൽ നിൽക്കുമ്പോൾ, തലമുറയില്ലാത്തൊരു ഒരു കുടുംബം എന്ന നിലയിൽ ആമേശ്വരം കേൾക്കേണ്ടതിനപ്പുറമായിട്ട് കേട്ടൊരു മനുഷ്യനാണ്. പലരും രഹസ്യമായിട്ട് ഞങ്ങളോട് പറയാൻ പറ്റാത്തവർ സീക്രട്ടായിട്ട് ലെറ്റർ എഴുതി അയച്ചിട്ടുണ്ട്. പച്ചത്തെറിയാണ്, തുറന്നു വായിക്കാൻ പറ്റാത്ത വരികൾ. പലപ്പോഴും ഞാനും എൻ്റെ വൈഫും ഒക്കെ കരം കോർത്തിരുന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അങ്ങനെ നീണ്ട വർഷങ്ങളൊക്കെ ട്രീറ്റ്മെന്റിന്റെ നടുവിലിരിക്കുമ്പോൾ ഞങ്ങൾ 9 വർഷം തികഞ്ഞപ്പോൾ ഞങ്ങൾ എടുത്തൊരു തീരുമാനമാണ്. അവസാനമായിട്ട് ഡോക്ടർ പറഞ്ഞു, നിങ്ങൾക്കൊരു തലമുറയുണ്ടാകാൻ അല്പം ബുദ്ധിമുട്ടാണ്. നോക്കിയിട്ട് മറ്റ് രോഗങ്ങളൊന്നുമില്ല, മറ്റ് പ്രയാസങ്ങളൊന്നുമില്ല. മാറി മാറി പല ഡോക്ടർമാരെ ചെന്ന് കണ്ടപ്പോഴും അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, എന്തോ കാരണമാണെന്ന് അറിയത്തില്ല, നിങ്ങൾക്ക് ട്രീറ്റ്മെന്റിനുള്ള ഒരു രോഗവുമില്ല, പക്ഷേ തലമുറ കിട്ടാത്തത് എന്താണെന്ന് ഞങ്ങൾക്കറിയത്തില്ല. ഡോക്ടർമാരും അടുത്തിരിക്കുകയാണ്. പനിക്ക് കൊടുക്കുന്നത് പോലെ ഒരു ഗുളിക പോലും തരാതെ പല ഡോക്ടർമാരും ഞങ്ങളെ വിട്ടിട്ടുണ്ട്. കാരണം നിങ്ങൾ എന്ത് രോഗത്തിനാണ് മരുന്ന് കഴിക്കേണ്ടത്, നിങ്ങൾക്ക് അങ്ങനെ രോഗമൊന്നുമില്ല, പക്ഷേ ജീവിതത്തിനകത്ത് തലമുറയില്ല. അവസാനമായിട്ട് ഞങ്ങൾ ട്രീറ്റ്മെന്റ് എടുക്കുന്ന സിമി ഹാരിയസ് എന്ന് പറയുന്ന ഉള്ളൂരുള്ള
ആമേശ്വരം ഒരു മേഡം ഞങ്ങളോട് എൻ്റെ പരിതാപമായ അവസ്ഥ ഞാൻ അങ്ങോട്ട് തുറന്നു പറഞ്ഞു. ഞങ്ങളൊരു സുവിശേഷകനാണ്, കർത്താവിൻ്റെ വേല ചെയ്യുന്നവരാണ്. അധികം താമസിക്കാതെ മാനുഷികമായ നിലയിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ അത് വളരെ വേഗത്തിൽ ചെയ്യണം. ആമേൻ. ഒത്തിരി നാളുകൾ കഴിഞ്ഞിട്ടല്ല, നിങ്ങൾ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന് ഡോക്ടറോട് ഞാൻ തുറന്നു പറഞ്ഞു. ആ ഡോക്ടറും ഞാനുമായിട്ട് ഏകദേശം 1 മണിക്കൂറോളം ഇരുന്ന് ഞങ്ങളുടെ കുടുംബകാര്യങ്ങൾ പലതും പങ്കുവച്ചു. എന്നിട്ട് ഞാൻ അവരോട് ഇറങ്ങി പറഞ്ഞു, ഒത്തിരി ആമേശ്വരം വഴികളിലൂടെ കടന്നുപോയവരാണ്. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിനകത്ത് എന്തെങ്കിലും മാനുഷികമായ നിലയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് വളരെ വേഗത്തിൽ ചെയ്യണം. അവസാനം ഡോക്ടർ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ആമേശ്വരം നിങ്ങൾക്ക് ചെയ്യാൻ ഇനി ഒരു വഴിയേ ഉള്ളൂ, ഒരു IVF ചെയ്തു നോക്കാം. ഏകദേശം 3 ലക്ഷം രൂപയോളം ചെലവ് വരുന്നൊരു കേസാണ്. അതിനുവേണ്ടി കുറച്ച് മെഡിസിനൊക്കെ എടുക്കണം. ഞാനും എൻ്റെ വൈഫുമായിട്ട് ഒരുമിച്ച് ആലോചിച്ചു, എടി ഞങ്ങൾക്ക് ഇപ്പോൾ അതിനുള്ള വഴിയുണ്ടോ? 3 ലക്ഷം രൂപയൊക്കെ മുടക്കി ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ ഞങ്ങളെ കൊണ്ട് ഇപ്പോൾ കഴിയുമോ? കാരണം കിട്ടിയ കാശ് പലതും ആമേശ്വരം ഞങ്ങൾ പലയിടത്തും ചെലവഴിച്ചു. അതുകൊണ്ട് ഇനി 3 ലക്ഷം രൂപ മുടക്കി ഇങ്ങനെ ഒരു പരിപാടി ചെയ്യണമോ എന്ന് ഞങ്ങൾ കുടുംബമായിട്ട് ആലോചിച്ചു. എന്നിട്ട് കുടുംബമായിട്ട് ഞങ്ങൾ തീരുമാനമെടുത്തു, ഒരു തലമുറയില്ലാത്തൊരു വ്യക്തി എന്നുള്ള നിലയിൽ അപമാനമേൽക്കുന്നതിനേക്കാളും അങ്ങനെ ഒരു വഴിയാണെങ്കിൽ ശരിയായിക്കോട്ടെ, ഒരു IVF ചെയ്തേക്കാം. അപ്പോൾ തന്നെ 2-3 എന്നോട് വന്നിട്ട് പറഞ്ഞു, ആമേശ്വരം ഒരിക്കലും IVF-ലോട്ട് പോകല്ലേ, ഞാൻ 3 IVF ചെയ്ത് ഫെയിലായ മനുഷ്യനാണ്, ഞാൻ 5 എണ്ണം ചെയ്തിട്ട് തോറ്റുപോയി, 10 ലക്ഷമോ 12 ലക്ഷം മുടക്കി IVF ഒന്നും ഒരിക്കലും സക്സസ് അല്ല, നിങ്ങൾ ആ വഴിക്ക് ഇറങ്ങല്ലേ എന്ന് നിരുത്സാഹം പലരും പറഞ്ഞു. എങ്കിലും ഞാൻ ഈ ഡോക്ടറുടെ വാക്ക് കേട്ട് ഞങ്ങൾ കുടുംബമായി ഒരു തീരുമാനമെടുത്തു, IVF എങ്കിൽ ഒരു IVF ചെയ്തേക്കാം. അങ്ങനെ ഡോക്ടർ പറഞ്ഞൊരു 3 മാസം മെഡിസിൻ എടുക്കണം. ആദ്യത്തെ മാസത്തേക്ക് വേണ്ടി ആമേശ്വരം കുറച്ച് മെഡിസിൻ എഴുതി തന്നു. ഞങ്ങൾ ആ 1 മാസത്തെ മെഡിസിനുമായിട്ട് വീട്ടിലോട്ട് കടന്നു വന്നു. 1 മാസത്തെ മെഡിസിൻ ഏകദേശം ഒരു 10-20 ദിവസം കഴിച്ചതിന് ശേഷം നോക്കിയപ്പോൾ എൻ്റെ അളിയൻ്റെ കല്യാണം വരുന്നു. അതൊരു 2020 ഫെബ്രുവരി മാസത്താണ് കല്യാണം നടക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു ചിന്ത, ഞാൻ വൈഫിനോട് പറഞ്ഞു, ഇനിയിപ്പോൾ കല്യാണം ഒന്ന് കഴിയട്ടെ, നവംബർ ഡിസംബർ മാസത്തോടെ ട്രീറ്റ്മെൻ്റ് അങ്ങ് നിർത്തിവെച്ചു. ഞാൻ പറഞ്ഞു, ഇനിയൊരു കാര്യം ചെയ്യാം, നമുക്ക് ആദ്യം കല്യാണമാണ് പ്രധാനം, ഈ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് അടുത്തൊരു ട്രീറ്റ്മെൻറ്റിലോട്ട് നമുക്ക് പോകാം, ഇപ്പോൾ തൽക്കാലം ട്രീറ്റ്മെൻറ്റ് ആവശ്യമില്ല, അവിടെ നിർത്തിവെച്ചു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കല്യാണം കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മയ്ക്ക് സാരമായ ചില രോഗങ്ങളൊക്കെ വന്നു. ആമേശ്വരം ഓടി നടന്നതിൻ്റെ ക്ഷീണമാണ്. എൻ്റെ വൈഫാണ് നേരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഏകദേശം 10-20 ദിവസം അവിടെ നോക്കിയിരുന്ന് ആമേശ്വരം ഈ വീൽ ചെയറൊക്കെ തള്ളിക്കൊണ്ടു പോകുന്നതും അവരെ ബാത്റൂമിലോട്ട് കൊണ്ടുപോകുന്നതും ശുശ്രൂഷിക്കുന്നതൊക്കെ എൻ്റെ വൈഫായിരുന്നു. പക്ഷേ എൻ്റെ വൈഫ് ആ സമയത്ത് ഒരു പ്രഗ്നൻ്റ് ആയിരുന്നു. അതാരും അറിഞ്ഞില്ല. സ്തോത്രം. എന്നാൽ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഡോക്ടർ പറഞ്ഞത് 3 മാസത്തെ മരുന്നെടുത്തതിന് ശേഷം ഒരു IVF ചെയ്യാമെന്ന്. പക്ഷെ സർവശക്തനായ ദൈവത്തിൻ്റെ ചിന്ത മറ്റൊന്നായിരുന്നു. ഒരു മെഡിസിൻ പോലും എടുക്കാതെ ഒരു തലമുറ അവർക്ക് കൊടുക്കണമെന്ന് എൻ്റെ ദൈവത്തിൻ്റെ നിശ്ചയമായതുകൊണ്ട് 2021 അനുഗ്രഹിക്കപ്പെട്ട ഒരു തലമുറ സർവശക്തനായ ദൈവം ഞങ്ങൾക്ക് തരാനിടയായി. ആ കരം ഉയർത്തിയെന്ന് കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. വിശ്വസിക്കുന്നവരെ കരം അടിച്ചെന്ന് കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. ഈ രാത്രിയിൽ അത്ഭുതം ചെയ്യാൻ കഴിയുന്ന ദൈവം, ഇന്ന് രാത്രിയിൽ വിടുതൽ നൽകാൻ കഴിയുന്ന ദൈവം, ഈ രാത്രിയിൽ വലിയ പ്രവൃത്തികൾ ചെയ്യാൻ കഴിയുന്ന ദൈവം നമ്മുടെ നടുവിലുണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ശക്തിയോടെ കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. അവിടം കൊണ്ട് തീർന്നില്ല. രണ്ടാമത് ഡോക്ടർമാർ പറഞ്ഞ്, അസാധ്യമായ നിലയിൽ നിങ്ങൾക്കൊരു തലമുറ കിട്ടിയതാണ്. ഇനി ഒരു കാര്യം ചെയ്യാം, ഒരു 5 വർഷം കഴിഞ്ഞിട്ട് അടുത്ത ഒരു തലമുറയ്ക്ക് വേണ്ടി രണ്ടാമതൊരു ട്രീറ്റ്മെൻറ്റ് തുടങ്ങണം. എന്നാൽ ദൈവത്തിൻ്റെ പ്ലാന് മറ്റൊന്നായിരുന്നു. 2023 ആയപ്പോൾ ആമേശ്വരം അടുത്ത ഒരു തലമുറയും സർവശക്തനായ കർത്താവ് ഞങ്ങൾക്ക് നൽകി. ഈ വർഷം തന്നെ കഴിഞ്ഞ മെയ് മാസം 10-ാം തീയതി ഒരു ആൺകുഞ്ഞിനെയും കൂടെ കർത്താവ് ഞങ്ങൾക്ക് നൽകി. ആ ദൈവം വിശ്വസ്തനാണ്. കരമുയർത്തി സ്തോത്രം ചെയ്താട്ടെ. ജീവിതത്തിനകത്ത് എവിടെയെങ്കിലും വൈകി എത്തിയിട്ടുണ്ടെങ്കിൽ അല്പം നിരാശകൾ നീ അനുഭവിക്കേണ്ടി വരും, അല്പം വേദനകൾ നീ അനുഭവിക്കേണ്ടി വരും, ചില പ്രതിസന്ധിയിലൂടെ ഒക്കെ നീ കടന്നു പോകേണ്ടി വരും. നീ ആഗ്രഹിക്കുന്നത് പോലെ ഒന്നും ഒരുപക്ഷേ നിനക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞില്ലെന്നിരിക്കും. പക്ഷെ ഇന്ന് രാത്രിയിൽ ഞാൻ ഈ ദേശത്ത് ഉറക്കെ വിളിച്ചു പറയാം, അത്ഭുതം ചെയ്യാൻ കഴിവുള്ള ഒരു ദൈവം 4 ദിവസം കഴിഞ്ഞാലും അത് നാറ്റം വെച്ചാലും വിഷയങ്ങൾക്ക് മാറ്റം വരുത്താൻ കഴിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് ഈ രാത്രി വിശ്വസിക്കുന്ന ദൈവം കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. ആ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. കർത്താവ് അല്പം വൈകി എത്തിയെങ്കിൽ എന്തോ വലിയ കാര്യം കർത്താവിന് ചെയ്യാനുണ്ട്. നമ്മുടെ കർത്താവിനെ കുറിച്ച് പഠിക്കുമ്പോൾ 4 ദിവസം കഴിഞ്ഞാണ് മരിച്ച ലാസറിനെ ഉയർപ്പിക്കാൻ യേശു എത്തിയത്. 1-ാമത്തെ അത്ഭുതം കാനാവിലെ കല്യാണ വീട്ടിൽ വെച്ചാണ് നടക്കുന്നത്. അവിടെ വന്നപ്പോൾ മറിയ ഓടി വന്ന് യേശുവിൻ്റെ അടുക്ക പറഞ്ഞു, മോനെ ഇവിടെ വീഞ്ഞ് തീർന്നു പോയി. കർത്താവ് എന്താ പറഞ്ഞത്? എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. അതും അല്പസമയം കഴിഞ്ഞിട്ടാ കർത്താവ് ചെയ്യാൻ തുടങ്ങിയത്. പക്ഷെ സമയത്തിന് മുമ്പ് കർത്താവ് ചെന്നത് ഒരിടത്തേ ഉള്ളൂ. ആമേശ്വരം
ഗദരദേശത്ത് ഭൂതം ബാധിച്ച് കിടന്ന മനുഷ്യൻ്റെ അടുക്ക യേശു അങ്ങ് ചെന്നപ്പോൾ അവൻ പോലും അന്തിച്ചു പോയി. ആമേശ്വത്രം ആ ഗദരദേശത്ത് കിടക്കുന്ന മനുഷ്യൻ പറയാ, കർത്താവേ സമയമാകുമ്പോൾ നീ ഇഞ്ഞ് വന്നു എന്ന്. കർത്താവ് പറഞ്ഞു, നിന്നെ സമയത്തിന് മുമ്പ് പറഞ്ഞയക്കണം. അതുകൊണ്ട് അല്പം നേരത്തെ ഞാനിവിടെ വന്നത്. ഇന്ന് രാത്രി എന്നെ കേൾക്കൂ ദൈവമക്കളെ, വേദപുസ്തകം പഠിക്കുമ്പം കർത്താവ് അത്ഭുതം ചെയ്യാൻ അല്പം നേരത്തെ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അത് പിശാചിനെ ഓടിക്കാൻ മാത്രമേ പോയിട്ടുള്ളൂ. ബാക്കി അത്ഭുതത്തിനൊക്കെ കർത്താവ് അല്പം സമയം താമസിച്ചാ ചെന്നത്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവവൈതലേ, നിന്റെ വീട്ടിനകത്ത്, നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്ത്, നിന്റെ വാഗ്ദത്തത്തിനകത്ത്, നിന്റെ പ്രോമിസിനകത്ത് എവിടെയെങ്കിലും അല്പം താമസമുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പറയാം, യേശു അല്പം വൈകി എത്തുന്നത് എന്തോ വലിയ കാര്യം നിനക്ക് വേണ്ടി ചെയ്യാനാ. യേശു അല്പം വൈകി എത്തുന്നത് എന്തോ വലിയ കാര്യം നിനക്ക് ചെയ്യാനാ. ഈ രാത്രിയിൽ അത്ഭുതം ചെയ്യാൻ കഴിയുന്ന ആ കർത്താവിന്റെ സ്നേഹത്തിനായി സ്തോത്രം ചെയ്യുക. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഒരുപക്ഷെ നിന്റെ തലമുറയുടെ ഭാവി അല്പം മുമ്പോട്ട് പോകുന്നതായിരിക്കാം. ഒരുപക്ഷെ അവിടെ വിദ്യാഭ്യാസം അല്പം മുമ്പോട്ട് പോയായിരിക്കാം. ഒരുപക്ഷെ ഒരു നല്ല ജോലിയില്ലാതെ അവർ ഭാരപ്പെടുന്നതായിരിക്കാം. ഒരുപക്ഷെ ഒരു നല്ല ഭാവി കാണാതെ നീ ഭാരപ്പെടുന്ന വ്യക്തിയായിരിക്കാം. എന്തോ നിന്റെ ജീവിതത്തിനകത്തുള്ള വിഷയമാകട്ടെ, നീ ഭാരപ്പെടുന്ന വിഷയത്തിനകത്ത് ഒരല്പം മാറ്റം നിനക്കുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുന്നു, കഴിഞ്ഞ നാളുകൾ ഞാൻ അനുഭവിച്ച എൻ്റെ അനുഭവത്തിൽ നിന്ന് ഒരു അനുഭവം അനുഭവിച്ച വ്യക്തി എന്ന നിലയിൽ ഇന്ന് രാത്രി ഞാൻ പറയാം, എവിടെയെങ്കിലും അല്പം താമസമുണ്ടെങ്കിൽ വലിയതൊന്ന് ചെയ്യാൻ എൻ്റെ യേശു ശക്തനാണ്. വലിയ ഒരു കാര്യം ചെയ്യാൻ യേശു ശക്തനാണ്. ഈ പനയമൂല ദേശത്തോട് ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, ഈ ശബ്ദ പരിധിക്കുള്ളിൽ ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നീ ഒരുപക്ഷെ കിടപ്പിലായിരിക്കുന്ന വ്യക്തിയായിരിക്കാം, ഒരുപക്ഷെ നീ മദ്യപാനിയായിരിക്കാം, നീ പുകവലിക്കുന്നവനായിരിക്കാം, കുടുംബത്തിൽ സമാധാനമില്ലാത്തവനായിരിക്കാം, നിന്റെ ജീവിതത്തിനകത്ത് എന്തെങ്കിലും ഒരു കാര്യത്തിന് വൈകലുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയാം, യേശു നിന്നെ സ്നേഹിക്കുന്നു. ഇന്ന് രാത്രി യേശുവിലേക്ക് നീ മടങ്ങി വാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്പം വൈകി യേശു എത്തി. സമയം പോകുന്നത് കൊണ്ട് ഞാൻ മറ്റു തിരുവഴുത്തൊന്നും ഉദ്ധരിക്കാതെ ഒന്ന് രണ്ട് കാര്യങ്ങൾ വളരെ വേഗത്തിൽ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാം. യേശു അല്പം വൈകി ആ ലാസറിന്റെ ഭവനത്തിനകത്ത് വന്നു. രണ്ട് സഹോദരിമാരും കണ്ടു. രണ്ട് സഹോദരിമാരും ആവർത്തിച്ച് പറഞ്ഞ ഒരു കഥമുണ്ട്. ആമേൻ. ഇതാണ് പദം, മറ്റൊന്നുമല്ല. കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ല. ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ദേശനിവാസിയെ, നീ അനുഭവിക്കുന്ന പ്രശ്നത്തിന്റെ കാരണം ഇതാ, യേശു നിന്റെ വീട്ടിനകത്തില്ലാത്തതാ. യേശു വീട്ടിനകത്തില്ലെങ്കിൽ അവിടെ ദുരിതമാണ്. യേശു വീട്ടിനകത്തില്ലെങ്കിൽ അവിടെ ആത്മഹത്യയാണ്. യേശു വീട്ടിനകത്തില്ലെങ്കിൽ അവിടെ പാപമാണ്. യേശു വീട്ടിനകത്തില്ലെങ്കിൽ അവിടെ പ്രതിസന്ധിയാണ്. കട്ടളയ്ക്ക് ഒരുപക്ഷെ എഴുതി വെച്ചിട്ടുണ്ട്, യേശു ഈ വീട്ടിന്റെ നായകൻ. ആ കട്ടള കഴിഞ്ഞ് അകത്തിറങ്ങിയാൽ യേശുവിന്റെ സാന്നിധ്യമില്ല. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവവൈതലേ, കേവലം ഒരു ലേബല് കൊണ്ടോ ഒരു എഴുത്ത് കൊണ്ടോ നിനക്കൊന്നും നേടാൻ കഴിയത്തില്ല. ഇന്ന് രാത്രി നീ ചിന്തിക്കണം, യേശു നിന്റെ വീട്ടിനകത്തുണ്ടോ എന്ന്. രണ്ട് സഹോദരിമാരും ഒരുമിച്ച് വന്നു. രണ്ടുപേർക്കും പറയാൻ ഇതേ ഉള്ളൂ. എന്താ കാര്യം? ഒറ്റ കാര്യം, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കേണ്ടി വരത്തില്ല. എന്താ സഹോദരൻ മരിക്കേണ്ടി വന്നത്? യേശു വീട്ടിനകത്തില്ലാത്തതാ. യേശു വീട്ടിനകത്തില്ലാത്തതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? ആമേൻ. പാപികളായി മനുഷ്യൻ ജീവിക്കുന്നു, പാപത്തിലൂടെ കടന്നു പോകുന്നു. ശരിക്കും സ്വാതന്ത്ര്യം അനുഭവിക്കാൻ മനുഷ്യന് കഴിയുന്നില്ല. ആമേൻ. ഒത്തിരി കാര്യങ്ങളുണ്ടെങ്കിലും ഒന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കാം. മനുഷ്യനെ പാപിയാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മദ്യപാനം. മദ്യപാനം മനുഷ്യനെ ഈ കാലഘട്ടത്തിൽ തകർത്തുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. ജീവിതത്തിനകത്ത് സമാധാനം നൽകാത്ത ഒന്നാണ്. വീട്ടിനകത്ത് സന്തോഷം അനുഭവിക്കാൻ കഴിയാത്ത ഒന്നാണ്. ഇന്ന് രാത്രി ദേശനിവാസിയെ, മദ്യപാനത്തിലൂടെ നീ തകർന്ന വ്യക്തിയാണെങ്കിൽ ഇന്ന് രാത്രി യേശുവിലേക്ക് വന്നാൽ നിനക്ക് ആ സമാധാനം നേടിയെടുക്കാൻ കഴിയും. ഒരു ദിവസം 100 രൂപയ്ക്ക് ഒരു വ്യക്തി മദ്യപിച്ചാൽ 10 ദിവസം ആകുമ്പോൾ 1000 രൂപയ്ക്ക് മദ്യപിക്കുക. ഒരു മാസമാകുമ്പോൾ അത് എത്രയായി? 3000 രൂപയായി. 10 മാസമാകുമ്പോൾ 30,000 രൂപയ്ക്ക് അദ്ദേഹം മദ്യപിക്കുന്നു. ഒരു വർഷം കൊണ്ട് 36,000 രൂപയ്ക്ക് അദ്ദേഹം മദ്യപിക്കുന്നു. 10 വർഷം കൊണ്ട് 3,60,60,000 രൂപയ്ക്ക് അദ്ദേഹം മദ്യപിക്കുന്നു. 20 വർഷം കൊണ്ട് 7,20,000 രൂപയ്ക്ക് അദ്ദേഹം മദ്യപിക്കുന്നു. ഞാൻ വർഷങ്ങൾക്ക് മുമ്പായിട്ട് പാറശാല ജംഗ്ഷനിൽ ഒരു പരസ്യമൊക്കെ നടത്തുമ്പോൾ ഒരു സഹോദരൻ കയ്യിൽ നൂലുമൊക്കെ കെട്ടി എൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നുണ്ട്.
ഞാൻ മദ്യത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അദ്ദേഹം ഓടി എൻ്റെ അടുക്കലോട്ട് വന്നിട്ട് എന്നോട് പറഞ്ഞു, പാഷേ, എൻ്റെ വീട്ടിൽ വളർന്നു വരുന്ന 2 പെൺകുഞ്ഞുങ്ങളുണ്ട്. 2ഉം കല്യാണപ്രായമായ കുഞ്ഞുങ്ങളാ. മൂത്തോക്ക് വയസ്സ് 21, ഇളയവക്ക് 19 വയസ്സുണ്ട്. ഞാൻ ഇന്ന് വരെ ഒന്നും കരുതിയിട്ടില്ല. പാഷ പറഞ്ഞു, 100 രൂപയ്ക്ക് വെച്ച് ഒരു ദിവസം മദ്യപിച്ചാൽ 20 വർഷമാകുമ്പോൾ 7,20,000 രൂപയുടെ മദ്യമാണ് കുടിച്ചു തീർക്കുന്നത്. ദൈവദാസനെ, ഒരു ദിവസം 500 രൂപയ്ക്ക് വെച്ച് ഞാൻ കുടിച്ചിട്ട് ബാക്കിയുള്ള കാശ് ഞാൻ സ്വരൂപിച്ചെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങൾക്കൊരു നല്ല ഭാവി ഉണ്ടായേനെ. പാസ്റ്റർ പറഞ്ഞ കണക്കനുസരിച്ച് ഏകദേശം 50 ലക്ഷത്തിലധികം രൂപയുടെ മദ്യപാനം ഞാൻ എൻ്റെ കഴിഞ്ഞ 20 വർഷം കൊണ്ട് നടത്തി കഴിഞ്ഞു. എൻ്റെ ഭാര്യയ്ക്കോ കുഞ്ഞുങ്ങൾക്കോ ഒരു സമാധാനം ഉണ്ടായിട്ടില്ല. വീട്ടിനകത്തൊരു നല്ല സന്തോഷ വാർത്ത ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരു നല്ല നാള് ജീവിതത്തിനകത്ത് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ആമേശ്വത്രം ക്രൂരമായ നിലയിൽ ഭാര്യയും തല്ലി മക്കളെ ഉപദ്രവിച്ച് ദേശത്തിൽ ഒരു പാമ്പ് പോലെ ജീവിച്ച് സമാധാനം കണ്ടെത്താൻ കഴിയാതെ ആർക്കും വേണ്ടാത്തൊരു അനുഭവത്തിലൂടെ ഞാൻ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ ജീവിതത്തിനകത്ത് ഏക വഴി ഇനി ഒരു ആത്മഹത്യയേ ഉള്ളൂ. ഞാനൊരു ആത്മഹത്യ ചെയ്ത് മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞുങ്ങളെങ്കിലും രക്ഷപ്പെടും. അതല്ലാതെ എനിക്ക് മറ്റൊരു വഴിയില്ല. ഞാൻ അവിടുത്തെ അദ്ദേഹത്തെ നിർത്തി പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിന് പൂർണ്ണമായി മദ്യപാനത്തിന് വിടുതൽ കൊടുക്കാൻ ആമേശ്വരം ശക്തമായി പ്രാർത്ഥിച്ചു. അവൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കഴിഞ്ഞ 1 വർഷം കൊണ്ട് അദ്ദേഹം മദ്യപാനം എല്ലാം നിർത്തി, മദ്യപാനത്തിൽ നിന്ന് മാറ്റം വരുത്തി. ഇന്ന് ആമേശ്വരം പാറശാല പീറ്റർ പാസ്റ്റർ ചർച്ചില് ദൈവത്തെ ആരാധിക്കുന്ന ഒരു കുടുംബമാക്കി ദൈവം അവരെ തീർത്തു. കരമുയർത്തി ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. ഞാൻ പറയുന്നത് മദ്യത്തിലൂടെ തകർന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ചില ദിവസങ്ങൾക്ക് മുമ്പ് പത്രത്തിൽ നമ്മളൊരു വാർത്ത വായിച്ചതാണ്. 4 വയസ്സുള്ള കുഞ്ഞ് അപ്പൻ മദ്യപിച്ച് വീട്ടിൽ വന്നപ്പോൾ പേടിച്ച് അടുത്ത റബ്ബർ തോട്ടത്തിൽ ഒളിച്ചിരുന്നു, പാമ്പ് കടിച്ച് മരിച്ചു. വായിച്ചിട്ടുണ്ടോ? ഇതൊക്കെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ പാർക്കുന്ന കേരളത്തിലാണെന്ന് ദൈവമക്കളായി നമുക്കെങ്കിലും ഈ ഒരു തിരിച്ചറിവുണ്ടാകണം. ഒരിക്കൽ ആഴിയെ കണ്ട് മറിഞ്ഞ മനുഷ്യൻ, ആഴിയെ പേടിച്ച് ഓടിയ മനുഷ്യൻ ഇന്ന് ആകാശത്തെ കീഴടക്കി. മനുഷ്യൻ അറിവിന്റെ അച്ചുകോടിയിലെത്തി, വിദ്യാസമ്പന്നനായി. ഇന്നെന്തും കീഴടക്കാൻ മനുഷ്യന് കഴിയുന്നുണ്ട്. ഇത്രത്തോളം സ്വാതന്ത്ര്യം വർദ്ധിച്ചു. മനുഷ്യൻ ഏതൊക്കെ നിലയിൽ ഉയർന്നതായിട്ടും ഇന്ന് രാത്രിയിൽ എൻ്റെ ചോദ്യം, പനയമൂല ദേശത്തോട് ദൈവാത്മാവിൽ ഞാൻ ചോദിക്കട്ടെ, നിന്റെ കുടുംബത്തിനകത്ത് സമാധാനമുണ്ടോ? ഒരുപക്ഷെ നിന്റെ തലമുറകൾക്ക് നല്ല വിദ്യാഭ്യാസം കാണും, നല്ല ജോലി കാണും, നിന്റെ സഹോദരന്മാർ ഉന്നതന്മാരായിരിക്കാം, ദേശത്ത് ശ്രേഷ്ഠനായിരിക്കാം, വലിയ ആൾക്കാരായിരിക്കാം. ഇന്ന് രാത്രി ദേശത്തോട് ഞാൻ ചോദിക്കുന്നു, നിന്റെ വീട്ടിനകത്ത് സമാധാനമുണ്ടോ? മദ്യത്തിൽ നിന്ന് മടങ്ങി വരാൻ കഴിയുന്നുണ്ടോ? പുകവലിയിൽ നിന്ന് മടങ്ങി വരാൻ കഴിയുന്നുണ്ടോ? പാപപ്രവൃത്തി തിരിച്ചു വരാൻ കഴിയുന്നുണ്ടോ? യേശുവിനെ സ്വീകരിക്കാൻ കഴിയുന്നുണ്ടോ? ഇന്ന് രാത്രി ധൈര്യത്തോടുകൂടെ ഇതിനകത്ത് സുവിശേഷ ഘോഷണം നടത്തുന്നത് ഇതൊരു മതപ്രസംഗമല്ല. സഹോദര, ഒരുപക്ഷെ നീ ഹിന്ദു ആയിരിക്കാം, നീ ഒരു മുസ്ലിം ആയിരിക്കാം, നീ ഒരു ക്രിസ്ത്യാനി ആയിരിക്കാം. നീ മതം മാറണ്ട. നിൽക്കുന്ന നിപ്പിൽ വീട്ടിനകത്തിരുന്നു കൊണ്ട് ഒരു വാക്ക് ദൈവമേ എന്ന് വിളിക്കാൻ നിനക്ക് കഴിഞ്ഞാൽ ഇന്ന് രാത്രി നിന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്താൻ കഴിയുന്ന ഒരുവനെയാ ഇന്ന് രാത്രി ഞങ്ങൾ ഇവിടെ ഉയർത്തുന്നത്. ഇവിടെ ധാരാളം കാശുണ്ടായത് കൊണ്ടല്ല, ആമെ കുറെ സാമ്പത്തികം കിടന്ന് കളയുന്നത് കൊണ്ടല്ല. ആരെങ്കിലും ഒരാള് ഈ പനയമൂല ദേശത്തുനിന്ന് ജീവപുസ്തകത്തിൽ പേരുള്ളവരായി മാറണമെന്ന് ഈ സഹോദരങ്ങളുടെ ഹൃദയത്തിനകത്ത് ദൈവം കൊടുത്ത താല്പര്യമാണ് ഈ ദേശത്ത് ആവർത്തിച്ച് ഇവിടെ ഇങ്ങനത്തെ കൺവെൻഷൻ ഇവിടെ ക്രമീകരിച്ചു. രാത്രി കർത്താവ് യേശുവിലോട്ട് മടങ്ങി വരാൻ ഇന്ന് രാത്രി എത്ര പേർക്ക് കഴിയും? യേശു നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമാണ്. യേശുവിലോട്ട് ഇന്ന് രാത്രി നീ മടങ്ങി വരണം. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? 2 സഹോദരിമാർ ആവർത്തിച്ച് പറഞ്ഞത്, ഇവിടെ എന്താ സംഭവിച്ചു? കർത്താവേ, നീ ഇവിടെ ഇല്ലാത്തതാ എന്റെ സഹോദരൻ മരിച്ചതിന് കാരണം. സഹോദരൻ മരിച്ചതിന് കാരണം യേശു ഇല്ലാത്തതാ. നിന്റെ ജീവിതത്തിനകത്തുള്ള പ്രശ്നം യേശു ഇല്ലാത്തതാണെന്ന് ചിന്തിക്കാൻ ഇന്ന് രാത്രി നിനക്ക് കഴിയുന്നുണ്ടോ സഹോദര? ആമേശ്വരം അടുത്തു വന്നു. സഹോദരിമാർ തമ്മിൽ പറഞ്ഞു. എന്താ പറഞ്ഞത്? ഗുരു വന്നിട്ടുണ്ട്. എന്ത് പറഞ്ഞു? ഗുരു വന്നിട്ടുണ്ട്. ഗുരു എന്നതൊരു സംസ്കൃത പദമാണ്. ആ വാക്കിന്റെ ശരിയായ അർത്ഥം ഇരുട്ട് മാറ്റി വെളിച്ചം നൽകുന്നവനെന്ന. ആ പട്ടണത്തിന്റെ കൂരിരുട്ട് മാറ്റാൻ കഴിഞ്ഞ കാലഘട്ടത്തും മരണത്തെ പിടിച്ചടക്കിയ ചില ഇരുട്ടിന്റെ വ്യാപാരങ്ങളെ തകർക്കാൻ അരിമനാഥനെ കർത്താവ് 4 ദിവസം കഴിഞ്ഞ് ബെഥാനിയ പട്ടണത്തിനകത്ത് കാല് വെച്ചപ്പോൾ മരിച്ച് 4 ദിവസമായ ലാസറിനെ പോലും പുറത്താക്കാൻ തക്കതായ ഒരു ശക്തിയോടുകൂടെ യേശു ആ ബെഥാനിയ പട്ടണത്തിനകത്ത് കടന്നു വന്നു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, സ്വകാര്യമായി സഹോദരിമാര് പറഞ്ഞ കാര്യം, ഗുരു വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഗുരു വന്നാൽ ഏതൊക്കെ ഇരുട്ട് മാറ്റാൻ കഴിയുന്നവനാണെന്ന് ബോധ്യത്തോടുകൂടെയാണ് ആ സഹോദരിമാര് വന്നത്. അവർ 2 പേർക്ക് സന്തോഷമായി.
ഗുരു ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നവൻ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഈ സുവിശേഷ യോഗത്തിൻ്റെ 2ാമത്തെ രാത്രിയിലും ഈ പനയമൂല ദേശത്ത് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ഇവിടെ വന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കാൻ കഴിയും. ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ കാലഘട്ടത്ത് നീ പ്രാർത്ഥിച്ചപ്പോൾ, നീ വീട്ടിനകത്തിരുന്ന് നിലവിളിച്ചപ്പോൾ നിന്റെ അനർത്ഥത്തെ വിടിവിച്ചവൻ, മരണകരമായ പ്രതികൂലത്തെ വിടിവിച്ചവൻ, പ്രതിസന്ധിയെ വിടിവിച്ചവൻ, ആ പ്രശ്നത്തിൽ നിന്ന് പരിഹാരം തന്നവൻ, നീ ആഗ്രഹിച്ചതെല്ലാം നിനക്ക് തന്ന് നിന്നെ മാന്യമാക്കി നടത്തിയവൻ, കുടുംബത്തിനകത്ത് ആരും സഹായിക്കാനില്ലാതെ വന്നപ്പോൾ, നീ ഒറ്റപ്പെട്ട അനുഭവത്തിലൂടെ കടന്നുപോയപ്പോൾ നിന്നെ വിടിവിക്കാൻ ഇറങ്ങി വന്ന യേശു ഇന്ന് രാത്രി ഇതിനകത്ത് വന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവജനം ആ കരങ്ങളെ തട്ടിയൊന്ന് സ്തോത്രം ചെയ്താട്ട്. ഇന്ന് രാത്രി ഗ്രൗണ്ടിനകത്ത് യേശു വന്നിട്ടുണ്ട്. ഈ പനയമൂല ദേശത്തുനിന്നും ചിലരെ രക്ഷിപ്പാൻ, ഈ പനയമൂല ദേശത്തുനിന്ന് ചിലരെ മുമ്പോട്ട് കൊണ്ടുവരാൻ എന്റെ യേശു മതിയായവനാ. താങ്ക് യു ജീസസ്, ഹല്ലേലൂയ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, അതുകൊണ്ട് ഒരു നിമിഷം യേശുവിലോട്ട് കടന്നു വരാൻ നീ തയ്യാറാകണം. നീ ആരോ ആയി കൊണ്ടുപോട്ടെ, ആരെയും മതം മാറ്റി കൊണ്ടുവരുന്ന ഒരു മാർഗമല്ല യേശു ക്രിസ്തു. യേശുവിനെ ഞങ്ങൾ പരസ്യമായിട്ട് ഇത്രയും ചങ്കൂറ്റത്തോടെ വിളിച്ചു പറയുന്നത് ഒരു ആവേശം നൽകുന്ന ഒരു കാര്യമുണ്ട്. മറ്റൊന്നുമല്ല, യേശു ക്രിസ്തുവിടെ വന്നതിൻ്റെ ഉദ്ദേശം യോഹന്നാൻ 3:16 നമ്മൾ വായിക്കുന്നു. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. നമ്മുടെ കർത്താവിൻ്റെ പ്രത്യേകത ക്രിസ്ത്യാനിയെ സ്നേഹിക്കാൻ വന്നവനല്ല, മറ്റ് ഏതെങ്കിലും ഒരു മതത്തെ സ്നേഹിക്കാൻ വന്നവനല്ല. യേശു വന്നത് ലോകത്തെ സ്നേഹിക്കാനാ. ഇവിടത്തെ സകല ആൾക്കാരെയും ഒറ്റ കണ്ണാൽ കാണാൻ, ഒരു മനസ്സാൽ സ്നേഹിക്കാൻ, ഒരു കൈയാൽ അനുഗ്രഹിക്കാൻ, അവസാനത്തുള്ളി രക്തം വരെ ഒഴുക്കി തന്ന അരുമനാഥനായ കർത്താവ് ഇവിടെ വന്നത് ഒരു വ്യക്തിക്ക് വേണ്ടി മാത്രമല്ല, സകല സമൂഹവും യേശുവിനെ കണ്ടുമുട്ടണം. അതുകൊണ്ടാണ് ഇന്ന് രാത്രി ഞാൻ പറഞ്ഞത്, മാധവനെ പിടിച്ച് ആമേശ്വത്രം മാനസാന്തരപ്പെടുത്തി മത്തായിയാക്കിയത് കൊണ്ട് ജീവിതത്തിനകത്ത് വ്യത്യാസം വരത്തില്ല. അവൻ ആരോ ആയിക്കൊണ്ടുപോട്ടെ, നമുക്ക് മതം മാറ്റണ്ട, പക്ഷെ മനസ്സൊന്ന് രാത്രി മാറണം. നിന്റെ മദ്യപാന സഹോദര നീ ഉപേക്ഷിക്കണം. നിന്റെ വീട്ടിനകത്ത് അക്രമുണ്ടാക്കുന്ന പരിപാടി നീ ഉപേക്ഷിക്കണം. അനാവശ്യമായ കൂട്ടുകെട്ട് നീ മാറണം. നിന്റെ പുകവലി നീ മാറ്റണം. കഞ്ചാവ് നീ മാറ്റണം. മോഷണം നിർത്തണം. കൊള്ളയടി നിർത്തണം. പിടിച്ചുപറി നിർത്തണം. നീ ആരോ ആയിക്കൊണ്ടുപോട്ടെ, ഇന്ന് രാത്രി നീ മതം മാറിയത് കൊണ്ട് ഞങ്ങൾക്കൊന്നും നേടത്തില്ല. പക്ഷെ ഇന്ന് രാത്രിയിൽ ഈ പനയമൂല ദേശത്തോട് വിളിച്ചു പറയാം, നിന്റെ മനസ്സ് മാറിയേ പറ്റൂ. സ്നേഹിത, നിന്റെ മതം മാറിയില്ലെങ്കിലും ഇന്ന് രാത്രി നിന്റെ മനസ്സ് മാറണം. നീ മതം മാറിയത് കൊണ്ട് ഞങ്ങൾക്കൊന്നും ലഭിക്കാനില്ല. ഞങ്ങളൊക്കെ വർഷം തോറും വടക്കേ ഇന്ത്യയിലെ സുവിശേഷത്തിന് പ്രവർത്തനത്തിനൊക്കെ പോകുന്നവരാ. ഛത്തീസ്ഗഡിലും ബീഹാറിലും പഞ്ചാബിലൊക്കെ പോകുമ്പോൾ ഏതമ്മ വെറ്റ മക്കളെന്ന് നമുക്കറിയത്തില്ല. പക്ഷേ അവരെ നേരായിട്ടുള്ള പാതയെ നടത്തണമെന്ന് ഒറ്റ ലക്ഷ്യത്തോടാണ് ഞങ്ങൾ ഇവിടെ നിന്ന് സാമ്പത്തികം മുടക്കി അവിടെ ചെല്ലുന്നത്. അല്ല അവരെ മതം മാറ്റിയിട്ട് ഞങ്ങൾക്ക് എന്തോ കിട്ടാനാ? അവരിപ്പോൾ ക്രിസ്ത്യാനി ആയതുകൊണ്ട് വല്ല കാര്യം നേടാൻ പറ്റുമോ? ഇവിടെ ക്രിസ്ത്യാനി ആയവര് വല്ലവരും നന്നായവരുണ്ടോ? ഇല്ല. അതുകൊണ്ട് ഇപ്പം ഒരാൾ ക്രിസ്ത്യാനി ആയതുകൊണ്ട് അവനെ നന്നാക്കാൻ പറ്റുമെന്ന് ഞങ്ങൾ പറയത്തില്ല. പക്ഷെ ആരുമാകണ്ട, ഇന്ന് രാത്രി മനസ്സ് മാറണം. ഇന്ന് രാത്രി മനസ്സ് മാറണം. മനസ്സ് മാറണം. പാപബോധമുണ്ടാകണം, കുറ്റബോധമുണ്ടാകണം, പശ്ചാത്താപമുണ്ടാകണം. ഇവിടെ ജീവിതത്തിനകത്ത് വ്യത്യാസം വരണം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു മാറ്റം ചരിത്രത്തിനകത്ത് മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സുവിശേഷത്തിനെ സംഭവിച്ചിട്ടുള്ളൂ. നമ്മുടെ സ്നേഹിതനായിരിക്കുന്ന പാസ്റ്റർ പ്രശാന്ത് കഴിഞ്ഞ രാത്രിയിൽ തൻ്റെ അനുഭവം ഇവിടെ പങ്കുവച്ചു. ചെങ്കച്ചൂള എന്ന് പറഞ്ഞ പട്ടണത്തിൽ നിന്ന് രക്ഷയിലേക്ക് വന്നൊരു മനുഷ്യനാണ്. നമുക്കറിയാം, നിയമപാലകർക്കോ പാർട്ടി പ്രവർത്തകർക്കോ ആർക്കും സമൂഹത്തിൽ ചെന്ന് ദർശിക്കാൻ കഴിയാത്തൊരു പട്ടണമായിരുന്നു ചെങ്കച്ചൂള. ആ ചെങ്കച്ചൂള പട്ടണത്തിനകത്ത് മാറ്റം വന്നത് ഈ സുവിശേഷ മുഖാന്തരമാണ്. പോലീസ് അധികാരികളും നിയമപാലകരൊക്കെ പറഞ്ഞു, ചെങ്കച്ചൂളയ്ക്കകത്ത് മാറ്റം വന്നത് സുവിശേഷത്താലാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കൂ ദൈവവൈതലേ, ജീവിതത്തിനകത്ത് മാറ്റം വരണമെങ്കിൽ അത് സുവിശേഷത്തിനെ കഴിയത്തുള്ളൂ. ഇന്ന് ആ ചെങ്കച്ചൂളയ്ക്കകത്ത് അനുഗ്രഹിക്കപ്പെട്ട ഒരു ചർച്ച് നമ്മുടെ ന്യൂ ഇന്ത്യ ചർച്ച് കോഡിനുണ്ട്. കഴിഞ്ഞ 2 വർഷത്തേക്ക് മുമ്പ് അവിടെ ഒരു ചെറിയ മിനി കൺവെൻഷന് പ്രസംഗിക്കാൻ ഞാൻ അവിടെ ചെന്നിരുന്നു. ഏകദേശം 500-ലധികം ആൾക്കാർ വന്ന ഗ്രൗണ്ടിൽ ഇരുന്ന് കണ്ടപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. എന്ന് പറഞ്ഞാൽ ആമേശ്വരം കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ മദ്യപിച്ചും കഞ്ചാവിനും അടിയപ്പെട്ട് കിടന്ന കുഞ്ഞുങ്ങൾ
തമ്പേറുമായിട്ട് ബാൻഡുമായിട്ട് ആ പായിലൊക്കെ വന്നിരുന്ന് കിലുക്കുമായിട്ട് കടിച്ച് പാടിയത് കണ്ടപ്പോൾ കീബോർഡില്ല, ഇവിടെ ഇരിക്കുന്ന പോലത്തുള്ള മറ്റു ഉപകരണങ്ങളൊന്നുമില്ല. അന്നത്തെ കൺവെൻഷൻ അവിടെ ആമേശ്വരം പഴയ ബാൻഡും തമ്പേറുമായിരുന്നു. എന്താ മനോഹരമായ ആരാധന! ഞാൻ അതിശയിച്ചു പോയി. കൺവെൻഷൻ ഇങ്ങനത്തെ ഉപകരണം വെച്ച് നടത്തുന്ന ആദ്യത്തെ ഒരു ക്രൂസൈഡിനെ ഞാൻ അവിടെ ചെല്ലുന്നത്. ഇന്ന് രാത്രി എന്നെ കേൾക്കുക ദൈവ മക്കളെ, ചെങ്കച്ചൂളയ്ക്ക് പറ്റിയ മാറ്റം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്ന ഒന്നല്ല. ഇന്ന് രാത്രി സുവിശേഷത്തിന് മാറാൻ കഴിഞ്ഞില്ലെങ്കിൽ വേറെ ആർക്കും മാറ്റാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി ദേശത്തിന് മാറ്റം വരട്ടെ. അടുത്ത കാര്യം, ആമൻ ഇവിടെ വന്നപ്പോൾ വീട്ടിനകത്ത് എന്ത് സംഭവിച്ചു? 3 കാര്യങ്ങൾ ഇവിടെ സംഭവിക്കുന്നുണ്ട്. എന്താ 3 കാര്യം യേശു പറഞ്ഞത്? ഒന്ന്, ആമേശ്വത്രം വേദനയോടെ നിൽക്കുന്ന സഹോദരിമാരും പുരുഷാരവും കാണുന്നതിൻ്റെ നടുവിൽ കർത്താവ് നിന്നിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ കല്ലിനെ ഒന്ന് മാറ്റാൻ പറഞ്ഞു. ആദ്യം കർത്താവ് പറഞ്ഞത് അവനെ വച്ചതവിടെ. 2, ഈ കല്ല് മാറ്റുക. 3, കർത്താവ് പറഞ്ഞൊരു കാര്യം, ഇവനെ കെട്ടഴിപ്പി. എന്താ കാര്യം? ഇതിനകത്ത് ഏറ്റവും പ്രധാനമായ ഒരു കാര്യം ഇതിൻ്റെ ഇടയ്ക്ക് നടക്കുന്നുണ്ട്. കർത്താവ് ആ കല്ലറയ്ക്കകത്ത് നിന്ന് ലാസറിനെ വിളിച്ച് പുറത്തു കൊണ്ടുവന്നു. 2 കാര്യമാണ് ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ പറയാൻ നമുക്ക് കഴിയുന്നത്. ഒന്നാമത്തെ കാര്യം, നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മളെ കൊണ്ട് കഴിയാത്തത് കർത്താവ് ചെയ്യും. സ്തോത്രം. കല്ല് നീക്കാൻ നമുക്ക് പറ്റും, അവനെ വെച്ചത് എവിടെയാണെന്ന് കാണിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റും, കെട്ടഴിച്ചു വിടാൻ നമുക്ക് പറ്റും. പറ്റാത്തത് ഒന്നുണ്ട്, കുഴിക്കകത്ത് കിടക്കുന്നവനെ പുറത്ത് കൊണ്ടുവരാൻ. അത് കർത്താവ് ചെയ്തു. ഒരാത്മീയ മർമ്മം അതാണ്. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റാത്തത് കർത്താവ് ചെയ്യും. ഇന്ന് രാത്രി ഒരു സുവിശേഷകൻ എന്ന നിലയിൽ, ദൈവമക്കൾ എന്ന നിലയിൽ, മാറാനാഥ ഗോസ്പൽ ടീം എന്നുള്ള നിലയിൽ നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. ഇതൊക്കെ തന്നെ നമുക്ക് പറ്റത്തുള്ളൂ. പക്ഷെ ഇതിൻ്റെ അപ്പുറമുള്ള കാര്യം ചെയ്യാൻ കർത്താവ് ഇന്ന് രാത്രി ഇതിനകത്ത് വന്നിട്ടുണ്ട്. അതും ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. രണ്ടാമത്തെ ഒരു കാര്യമുണ്ട്. യേശു എന്തിനാ ഈ കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യിപ്പിച്ചത്? മരിച്ച് 4 ദിവസമായവനെ പുറത്തു കൊണ്ടുവരാൻ യേശുവിന് കഴിഞ്ഞെങ്കിൽ ഈ കെട്ടഴിക്കാൻ യേശുവിനെ കൊണ്ട് പറ്റത്തില്ലേ? തീർച്ചയായും പറ്റും. കെട്ടഴിക്കാൻ എന്താ പറ്റാത്തത്? ഒരു വാക്ക് കർത്താവ് പറഞ്ഞാൽ മതി, ആ കെട്ടഴിഞ്ഞു പോകും. പക്ഷെ ഈ കെട്ട് അങ്ങനെ കർത്താവ് പറഞ്ഞഴിപ്പിക്കാത്ത ഒരു കാര്യമുണ്ട്. 2 സഹോദരിമാര് ആവർത്തിച്ച് യേശുവിനെ കാത്തു നിൽക്കുന്നതിന്റെ കാരണം അവരൊരു ദൈവവിശ്വാസിയാണ്, കർത്താവിനെ അംഗീകരിക്കുന്ന കൂട്ടത്തിലുള്ളവരാണ്. 4 ദിവസം താമസിച്ച് യേശു ഇവിടെ എത്തുമ്പോൾ ജീവിതത്തിനകത്ത് വലിയ മാറ്റമൊന്നും ഉണ്ടായില്ല. നാറ്റം വെച്ച ശരീരവും കണ്ണുനീരോടും കരച്ചിലോടും നിൽക്കുന്ന സ്ത്രീകളും. പക്ഷെ ആ സ്ത്രീകൾ ഏറ്റവും ബുദ്ധിമുട്ടിയ ഒരു കാര്യമാണ് ഈ കെട്ടഴിക്കാനുള്ള കാര്യം. സ്ത്രീകൾ സകല പ്രതീക്ഷയും വെച്ചു യേശുവിൽ. ഞങ്ങൾ യേശുവിൻ്റെ അടുക്കൽ ആളയച്ചിട്ടുണ്ട്, ആ കർത്താവ് ഇവിടെ വരും. അല്പസമയം കാത്തിരുന്നു സഹോദരിമാർ വളരെ സന്തോഷത്തോടെ. പക്ഷെ യേശുവിനെ കണ്ടില്ല. കുറച്ച് ദിവസം കഴിഞ്ഞ്, കുറെ സമയം കഴിഞ്ഞ് വരുമെന്ന് അവർ ചിന്തിച്ചു, കണ്ടില്ല. അല്പ കഴിഞ്ഞപ്പോൾ യഹൂദന്റെ നിയമപ്രകാരം ഉള്ളംകാലി മുതൽ ഉച്ചം തല വരെ നെറുക വരെ വരിഞ്ഞു നുറുക്കി കെട്ടി അവനെ അടക്കം ചെയ്യുന്ന രീതിയാണ് യഹൂദന്മാരന്ന് ചെയ്തിരുന്നത്. അതേ നിലയനുസരിച്ച് 2 സഹോദരിമാരും നോക്കി നിൽക്കുമ്പോൾ ഇവരുടെ കണ്ണിന്റെ മുമ്പിൽ വെച്ച് ഈ സഹോദരനെ ഉള്ളംകാലി മുതൽ ഉച്ചം തല വരെ അവര് വരിഞ്ഞു നുറുക്കി കെട്ടി. ഈ കെട്ട് കണ്ടു നിൽക്കാൻ സഹോദരിമാർക്ക് കഴിഞ്ഞില്ല. കാരണം അവിടെ സകല ഈ പ്രതീക്ഷയും വിട്ട ഒരു സമയമായിരുന്നത്. അതുവരെ അവർക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു, എൻ്റെ കർത്താവ് വരും. സകല പ്രതീക്ഷയും അവരെ മുമ്പിൽ അസ്തമിച്ചു. ഇനി അവർക്കൊരു പ്രതീക്ഷയില്ല. 2 സ്ത്രീയുടെ മുമ്പിൽ വെച്ച് വരിഞ്ഞു നുറുക്കി കെട്ടി അവനെ കല്ലറയിലോട്ട് ഇറക്കി വെക്കുമ്പോൾ ഈ സ്ത്രീകൾ ദൃക്സാക്ഷിയായിട്ട് കണ്ട കാര്യമാണ്. യേശു 4 ദിവസം കഴിഞ്ഞ് ഇവിടെ വന്നപ്പോൾ എൻ്റെ ഒരു ചിന്ത, യേശു രഹസ്യമായി അവരോട് ചോദിച്ചായിരിക്കും, നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെട്ട വിഷയം ഏതാണ്? സഹോദരിമാർക്ക് പറയാനുള്ളത്, കർത്താവേ, നീ 4 ദിവസം കഴിഞ്ഞ് വന്നപ്പോൾ അന്ന് എൻ്റെ സഹോദരനെ ഞങ്ങളുടെ കണ്ണി മുമ്പിൽ വെച്ച് വരിഞ്ഞു നുറുക്കി കെട്ടിയത് 2 സഹോദരിമാരെന്ന നിലയിൽ ഞങ്ങൾക്ക് കണ്ടു നിൽക്കാൻ കഴിഞ്ഞില്ല. യേശു പറഞ്ഞു, അന്ന് നിങ്ങൾക്ക് കണ്ടു നിൽക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇന്ന് ഞാൻ കെട്ടപ്പെട്ടവനായി അവനെ പുറത്തു കൊണ്ടുവരും.
നിന്റെ കണ്ണിന്റെ മുമ്പിൽ വെച്ച് ആരോടോ അവനെ വരഞ്ഞു നുറുക്കി കെട്ടിയത്, അവരെ വിട്ട് ഞാൻ നിന്റെ കണ്ണിന്റെ മുമ്പിൽ വെച്ച് കെട്ടഴിപ്പിക്കും. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കള്, ആരോടോ കഴിഞ്ഞ കാലഘട്ടത്ത് നിനക്കെതിരെ പ്രവർത്തിച്ചത് ഒരുപക്ഷെ മന്ത്രമായിരിക്കാം, തന്ത്രമായിരിക്കാം, കൂടോത്രമായിരിക്കാം, ഏതെങ്കിലും നേർച്ച വഴിപാടുകളായിരിക്കാം. നീ ഒരു നല്ല ഭാവി കാണരുത്, നീ ഒരു അനുഗ്രഹം പ്രാപിക്കല്ല്, നിന്റെ വീട്ടിനകത്ത് സ്വസ്ഥതയുണ്ടാകല്ല്, നിനക്ക് സമാധാനം ഉണ്ടാകല്ല്, നീ ഒരു സന്തോഷം അനുഭവിക്കല്ല്, നീ അനുഗ്രഹിക്കപ്പെട്ടവനായി തീരല്ല് എന്നാരെങ്കിലും നിനക്കെതിരെ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി എന്റെ ദൈവത്തിന്റെ പ്രത്യേകത, ആമേൻ, ആ കെട്ടിയവനെ വിട്ട് കെട്ടഴിപ്പിക്കാൻ കഴിയുന്ന ഒരുവനെ ഉലകത്തിലുള്ളൂ. അത് ഞങ്ങൾ ഉയർത്തുന്ന യേശുവാണെന്ന് ഇന്ന് രാത്രി വിശ്വസിക്കാൻ കഴിഞ്ഞാൽ ഈ ദേശത്തെ കെട്ടിയ ഇരുട്ടിന്റെ വ്യാപാരങ്ങൾ, അന്ധകാര കോട്ടകൾ ഇന്ന് രാത്രി അഴിച്ചു മാറ്റാൻ ശക്തനായ ഒരുവൻ ഈ രാത്രി വന്നിട്ടുണ്ട്. ആ കെട്ടുകളെ അഴിച്ച് അവരെ സ്വതന്ത്രത്തോടുകൂടി അയച്ചു. കാരണം രണ്ട് സഹോദരിമാര് വേദന കൊണ്ട് പുളഞ്ഞപ്പോൾ അവരെ കണ്ണിൻ മുമ്പിൽ അവരപമാനിക്കപ്പെട്ട വിഷയത്തിന്റെ നടുവിൽ ആമേശ്വത്രം അവരെ മുമ്പിൽ കൊണ്ടുവന്ന് ആ കെട്ടിനെ കർത്താവ് അഴിപ്പിച്ചു. അവിടെ സകല സന്തോഷവും പൂർത്തീകരിക്കാനിടയായി. 4 ദിവസത്തേക്ക് മുമ്പ് അവർ കണ്ണുനീരൊഴുക്കിയെങ്കിൽ 4 ദിവസം കഴിഞ്ഞപ്പോൾ അതേ അവസ്ഥ കണ്ട് സന്തോഷിക്കേണ്ടി വന്നു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, 4 ദിവസം കഴിഞ്ഞു വന്നത് നീ കരഞ്ഞ ചില വിഷയത്തിന് സന്തോഷിക്കാൻ വേണ്ടിയാ. നീ കണ്ണീരൊഴുക്കിയ ചില വിഷയത്തിന്റെ മേൽ നിനക്കൊരു വിടുതലിന് വേണ്ടിയാ. നീ ഭാരപ്പെട്ട വിഷയത്തിന്റെ മേൽ നിനക്കൊരു പരിഹാരത്തിന് വേണ്ടിയാ. ആ യേശു ഇന്ന് രാത്രി ഇതിനകത്ത് വന്നിട്ടുണ്ട്. വിശ്വസിക്കുന്ന ചാടിയൊന്ന് എഴുന്നേറ്റാട്ടെ. ഒരു നിമിഷം എല്ലാവരും ദൈവസ്ഥലിൽ നിന്ന് എഴുന്നേറ്റ് നിന്ന് ഇന്ന് രാത്രി നമ്മുടെ കർത്താവിന് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ? അല്പസമയം പ്രാർത്ഥനയ്ക്കായിട്ട് ദൈവസ്ഥലിൽ വേർതിരിക്കുകയാണ്. സ്നേഹിത, ഇന്ന് രാത്രി യേശുവിലോട്ട് മടങ്ങി വരണം. പനയമൂല ദേശമേ, യേശുവിലോട്ട് ഇന്ന് രാത്രി തിരിച്ചു വരണം. സ്നേഹിത, നിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് യേശു മരിച്ചു. നിനക്ക് വേണ്ടി യേശു ക്രൂശിൽ തകർക്കപ്പെട്ടു. നിനക്ക് വേണ്ടിയാണ് യേശു ഇവിടെ ഇറങ്ങി വന്നത്. ഇന്ന് രാത്രി നിനക്ക് വിശ്വാസമുണ്ടോ? നിന്റെ പേര് ജീവപുസ്തകത്തിനകത്ത് എഴുതപ്പെടണം. നിന്റെ ജീവിതത്തിനകത്ത് ഒരു മാറ്റം വരണം. പനയമൂല ദേശമേ, ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയാം, കാലം തികഞ്ഞു. ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. മറ്റൊരുത്തലിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യനിടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. ഇന്ന് രാത്രി യേശുവിന്റെ നാമം മാത്രം. ആ യേശുവിന്റെ നാമം ഇന്ന് രാത്രിയിൽ ഇവിടെ ഉയരട്ടെ. ആരെങ്കിലും രോഗികളായി ഭാരപ്പെടുന്നെങ്കിൽ ഒരു നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാ തലകളും അടക്കാം, എല്ലാ കണ്ണുകളും അടയ്ക്കാം. ഒരുപക്ഷെ നീ രോഗിയായിരിക്കാം, ചില കടഭാരത്താൽ വലയുന്ന വ്യക്തിയായിരിക്കാം, ചില പ്രതിസന്ധി അനുഭവിക്കുന്ന വ്യക്തിയായിരിക്കാം, ചില മാറാ രോഗങ്ങളിലൂടെ ഭാരപ്പെടുന്ന വ്യക്തിയായിരിക്കാം, ഏതെങ്കിലും വേദനയിലൂടെ കടന്നു പോകുന്ന വ്യക്തിയായിരിക്കാം. ശബ്ദപരിധിക്കുள் ഞങ്ങൾ ശ്രമിക്കുന്ന പ്രിയപ്പെട്ട ആമേ ദേശനിവാസിയെ, നീ ഒരുപക്ഷെ എന്തെങ്കിലും അനർത്ഥത്തിലൂടെ ഇന്ന് രാത്രി കടന്നു പോകുന്ന വ്യക്തിയായിരിക്കാം. പക്ഷെ ഈ രാത്രി ഒറ്റ പ്രാർത്ഥന, യേശുവിനെ വിടുവിക്കാൻ നീ ശക്തനാണ്. യേശുവിനെ സൗഖ്യമാക്കാൻ നീ ശക്തനാണ്. ലാസറിന്റെ ഭവനത്തിൽ വന്ന് അത്ഭുതം ചെയ്ത കർത്താവേ, ഇന്ന് രാത്രി ഞങ്ങളുടെ ഭവനത്തിലേക്ക് വരാ, എന്റെ വീട്ടിലേക്ക് വരാ, എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യാ. കർത്താവേ, നീ ശക്തനാണ് എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ കഴിയുമോ? പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, ഇന്ന് രാത്രി വേദനയോടെ അങ്ങയുടെ വാദപീഠത്തിലായിരിക്കുന്ന ദൈവമക്കളെ ഞങ്ങൾ കർത്താവിന്റെ കരത്തിൽ സമർപ്പിക്കുന്നു. ഒരുപക്ഷെ അവർ രോഗിയായിരിക്കാം, തലമുറയുടെ ഒരു ഭാവി കാണാൻ ആഗ്രഹിക്കുന്നവരായിരിക്കാം, ഏതെങ്കിലും പ്രതിസന്ധിയിലൂടെ വലയുന്നവരായിരിക്കാം, ഏതെങ്കിലും പ്രശ്നത്തിലൂടെ മുമ്പോട്ട് പോകുന്നവരായിരിക്കാം, ആത്മഹത്യ പ്രവണതയിലൂടെ മുമ്പോട്ട് പോകുന്നവരായിരിക്കാം. സ്നേഹിത, ഒന്നിനും ഒരു പരിഹാരമില്ല. യേശു നിനക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു. നിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് യേശു തകർക്കപ്പെട്ടു. സ്നേഹിത, നീയും കൂടെ ഈ സത്യ സുവിശേഷത്തിലേക്ക് മടങ്ങി വരാ. നിന്റെ പേര് ജീവപുസ്തകത്തിനകത്ത് എഴുതപ്പെടാ. അന്ത്യ നരകത്തിൽ നിന്ന് രക്ഷ പ്രാപിപ്പാൻ യേശു ഇവിടെ ഇറങ്ങി വന്നു. ഇന്ന് രാത്രി എല്ലാവർക്കും ഒരു വിടുതലായി മാറട്ടെ, സൗഖ്യമായി മാറട്ടെ, അനുഗ്രഹമായി മാറട്ടെ. പ്രത്യേകിച്ച് കർത്താവേ, ഈ മാറാനാഥ ഗോസ്പൽ ടീമിന്റെ എല്ലാ പ്രവർത്തനത്തിനായി സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ടീമായി വിശാലമായി ദൈവം ഇവിടെ അനുഗ്രഹിക്കണം. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. ഹല്ലേലൂയ.